السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ആ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നോണം ഇപ്പൊ കഴിഞ്ഞ ഭാഗത്ത് 10ാമത്തെ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമാര കാലഘട്ടത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു കാര്യം ആമുഖമായിട്ട് സൂചിപ്പിക്കുന്നത്, ഇപ്പൊ ആദ്യത്തെ നുബുവത്തിന് മുമ്പുള്ള ആദ്യത്തെ 40 വർഷ കാലഘട്ടത്തെ സംബന്ധിച്ച് പിന്നീടുള്ള കാലഘട്ടം പോലെ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ വളരെ വിശദമായിട്ട് നമുക്ക് അറിവില്ല. അതിൽ ഉദ്ധരിക്കപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആദ്യത്തെ 40 വർഷ കാലഘട്ടത്തെ അത്ര സൂക്ഷ്മമായിട്ടുള്ള തോതിൽ ആരും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ആ ജീവിതത്തിൽ നിന്നും പിൻകാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവെക്കുന്ന ചില പ്രധാനപ്പെട്ട ചില അനുഭവങ്ങൾ, അതേപോലെ തന്നെ മക്ക കാലഘട്ടം മുതലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ചില അനുചരന്മാർ പിൻകാലഘട്ടത്തിൽ നൽകുന്ന ചില അറിവുകൾ മാത്രമാണ് ആദ്യത്തെ 40 വർഷ കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മൊത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം 63 വർഷ കാലഘട്ടത്തെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യത്തെ 53 വർഷവും മക്ക കാലഘട്ടമാണ്. അതായത് നുബുവത്തിന് മുമ്പുള്ള 40, നുബുവത്തിന് ശേഷമുള്ള 13, മൊത്തം 53 വർഷം മക്കയിലുണ്ട്. പിന്നീട് മദീന കാലഘട്ടം വെറും കേവലം 10 വർഷം മാത്രമാണ്. പക്ഷെ ഇത് രണ്ടും നമ്മളൊരു ഗ്രന്ഥാക്കി എഴുതുകയാണെങ്കിൽ 53 വർഷ കാലഘട്ടം വരുന്ന മക്ക ജീവിത കാലഘട്ടം നമുക്കൊരു 2 വോള്യത്തിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെങ്കിൽ സങ്കല്പിക്കുക. അതേ സന്ദർഭത്തിൽ 10 വർഷം മാത്രമുള്ള മദീന കാലഘട്ടം കുറിക്കാൻ നമുക്ക് അതിന്റെ 2-3 ഇരട്ടി, അതായത് ഒരു 4-6 വോള്യങ്ങൾ വേണ്ടിവരും. കാരണം കാര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനൻ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് വളരെ വിശദമായിട്ടുള്ള തോതിൽ നമ്മുടെ കയ്യിലുള്ളത്. കാരണം ആദ്യത്തെ 40 വർഷം, നുബുവത്തിന് മുമ്പുള്ള ആദ്യത്തെ 40 വർഷം എന്നുള്ളത് അത് നമുക്കറിയാം. അത് പിന്നീട് വരാനിരിക്കുന്ന നുബുവത്തിനെ സംബന്ധിച്ചൊന്നും അവിടെ ആർക്കും അറിവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തിലെ അതൊന്നും അത്ര സൂക്ഷ്മമായിട്ട് ആരും എഴുതാൻ ശ്രമിച്ചിരുന്നില്ല മാത്രമല്ല, അവിടെ അധികം ആളുകൾ നിരക്ഷരായിട്ടുള്ള ആളുകളാണ്, എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളാണ്. അതേ രൂപത്തിൽ തന്നെ ഒരാളുടെ ജീവിതം കുറിച്ചു വെക്കുന്ന ഒരു സമ്പ്രദായം അക്കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല. അതെല്ലാം പിന്നീടാണ് കടന്നു വരുന്നത്. അതേപോലെ തന്നെ മക്ക ജീവിതകാലം ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ്. മക്കയിൽ നുബുവത്തിന് ശേഷമുള്ള 13 വർഷ കാലഘട്ടവും അവിടെ പീഡനവും മറ്റുമാണ്. അപ്പൊ അതിനിടയിൽ പിന്നീട് നമുക്കറിയാം മദീന കാലഘട്ടത്തിലാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഇസ്ലാമിന് ലഭിക്കുന്നത്. വളരെ സമാധാനത്തിൽ ആ സന്ധിക്ക് ശേഷം ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും വളർച്ചയാണ്. അപ്പൊ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളിച്ച് അത് കുറിച്ചു വെക്കാനെല്ലാം പിൻകാലഘട്ടത്തിൽ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം അർത്ഥശങ്കക്കിടയിലാ നമുക്ക് പറയാൻ സാധിക്കും, എന്താണോ ആ ജീവിതത്തിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുരക്ഷിതമായിട്ടുള്ള രൂപത്തിൽ അപ്പടി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ടീനേജ് അല്ലെങ്കിൽ ആ ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു കാലഘട്ടത്തിന് ഒരു 15 വയസ്സിന് ചോട പ്രായം ഉണ്ടാകുന്ന സന്ദർഭത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ജോലി ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയ ജോലി നമുക്കൊരു ആടിനെ മേയ്ക്കുന്ന ജോലിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം അധ്വാനിക്കാൻ ആരംഭിച്ചിരുന്നു എന്നുള്ളത് അത് വലിയ പാഠാണ് നമുക്ക് നൽകുന്നത്. പണ്ഡിതന്മാർ നിരവധി പാഠങ്ങൾ അതിൽ നിന്നും സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ അധ്വാനിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ, അതിന്റെ പ്രാധാന്യം. അപ്പൊ ചെറുപ്പത്തിൽ അധ്വാനിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം ഉത്തരവാദിത്വ ബോധം, അതേപോലെ തന്നെ സമ്പത്തിന്റെ വിലയെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ള. അപ്പൊ നമുക്ക് തന്നെ സ്വയം അധ്വാനിച്ച് പണം കണ്ടെത്തി ഫീസ് നൽകി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും അതേ സന്ദർഭത്തിൽ മാസാമാസം ഉപ്പ് അയക്കുന്ന പണം കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥി, ആ രണ്ടാളുകളെ നമുക്ക് നിരീക്ഷിച്ചാൽ തന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാകും. അപ്പൊ ചില ആളുകൾ നിർദ്ദേശിക്കാറുണ്ട്, വളരെ ഇതേ രൂപത്തിൽ ക്ലാസുകൾ നൽകുന്ന ആളുകളെല്ലാം നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശം അവർ നൽകാറുള്ളത്, നിങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിലെ നിങ്ങൾ ജോലിയെ എന്തെങ്കിലും ഒരു ജോലി, വളരെ ചുരുങ്ങിയ ശമ്പളമാണെങ്കിലും ജോലി നിങ്ങൾ ചെയ്യുക എന്നുള്ള. അതുകൊണ്ടുള്ള നിരവധി നേട്ടങ്ങൾ. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു ഉത്തരവാദിത്വ ബോധം, അതേപോലെ തന്നെ അധ്വാനത്തിന്റെ വില. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് അവർ പറയുന്നത് സമയത്തിന്റെ വില എന്നുള്ള. ആ സമയത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള. അനാവശ്യമായിട്ട് നമ്മൾ സമയം കളയില്ല. അതേപോലെ തന്നെ
അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന സന്ദർഭത്തിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നിരവധി പാഠങ്ങൾ അതെല്ലാം അതിലൂടെ പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നിർദ്ദേശിക്കാറുള്ളത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കഴിയുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ്, സാമ്പത്തികമായിട്ട് വലിയൊരു നേട്ടം അത് ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെ സമയത്തിന്റെ വില, ആളുകളുമായിട്ട് ഇടപഴകുന്ന സന്ദർഭത്തിലെല്ലാം നമ്മൾ പഠിക്കുന്ന നിരവധി പാഠങ്ങളെല്ലാം പിന്നീട് പഠനം പൂർത്തിയാക്കിയിട്ട് നമ്മൾ യഥാർത്ഥത്തിലുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ വലിയ മുതൽക്കൂട്ടായിട്ട്, വലിയ എക്സ്പീരിയൻസ് ആയിട്ട് അത് ജീവിതത്തിൽ മാറും എന്നുള്ളതാണ്. പ്രധാനമായിട്ട് സമയത്തിന്റെ വില നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാവുകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ജോലി ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ജോലി ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത് അബൂ ത്വാലിബിന്റെ വീട്ടിലാണ്. അബൂ ത്വാലിബ് അങ്ങേയറ്റം ദരിദ്രനായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബിനെ തന്റെ സാമ്പത്തികമായിട്ടൊരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുകയാണ്. ആ കുടുംബത്തിനൊരു സപ്പോർട്ട് എന്നുള്ള നിലക്ക് കൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചെറിയ പ്രായത്തിൽ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത്. മനോഹരമായിട്ടുള്ള മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് തെരഞ്ഞെടുത്ത ജോലി ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. പിൻകാലഘട്ടത്ത് തന്റെ അനുചരന്മാരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആ ഒരു കൗമാര കാലഘട്ടത്തെ സംബന്ധിച്ച് പങ്കുവെക്കുന്ന ചില അനുഭവങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ബനൂ സഅദ് ഗോത്രത്തിനും അതേപോലെ തന്നെ ഖുറൈശികൾക്ക് വേണ്ടിയെല്ലാം ഞാൻ ആടുകൾ മേയിച്ചിട്ടുണ്ട്. അലാ ഖറാറീത്ത്, വളരെ എണ്ണപ്പെട്ട തുച്ഛമായിട്ടുള്ള വേതനത്തിൽ ഞാൻ അവർക്ക് വേണ്ടിയെല്ലാം ജോലി ചെയ്തിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കപ്പെടുന്ന സ്വഹിയായിട്ടുള്ള ഒരു ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മുൻഗാമിയായിരുന്ന മൂസ നബി അലൈഹി സ്വലാത്തു, എന്റെ സഹോദരൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ആട്ടിടയനായിരുന്നു. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ അതിലേക്ക് നൽകുന്ന സൂചന സൂറത്ത് ത്വാഹയുടെ 18-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള സംഭാഷണത്തിൽ ആ വടിയെ സംബന്ധിച്ച് ചോദിച്ച സന്ദർഭത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഹിയ അസായ അതബക്ക അലൈഹാ വ അഹുശു ബി അലാ ഗനമി, എന്റെ ആടുകളെ മേയ്ക്കാനുള്ള വടിയാണെന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആട്ടിടയനായിരുന്നു. അവസാനമായിട്ട് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും മക്കയിലെ അജിയത് കുന്നുകൾക്ക് മുകളിൽ ആടുകളെ മേയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനും മക്കയിലുള്ള അജിയത് കുന്നുകളിൽ ആടുകളെ മേയിച്ചിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അജിയത് കുന്ന് നമുക്കറിയാം, ഇന്നും മസ്ജിദുൽ ഹറാമിന്റെ പിറകു ഭാഗത്ത് അജിയത് ഹോസ്പിറ്റൽ നമുക്ക് കാണാൻ സാധിക്കും. ഹറമിനോട് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലാണ് അജിയത് ഹോസ്പിറ്റൽ. അവിടെ ഒരു ഹജിയത് ഹോട്ടലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഉംറക്കും ഹജ്ജിനെല്ലാം പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ അവിടെ ഇന്ന് അവിടെ ഹോട്ടലും അതേപോലെ തന്നെ ഒരു മലയാണെങ്കിൽ ഒരു ഹോട്ടലും അതേപോലെ തന്നെ പിന്നെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അക്കാലഘട്ടത്ത് അവിടെ വലിയൊരു കുന്നായിരുന്നു. ആ ഒരു കുന്നുകൾക്ക് മീതെ ഞാനും എന്റെ ചെറുപ്പകാലത്ത് ആടുകളെ മേയിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മറിച്ച് എല്ലാ പ്രവാചകന്മാരും ചെയ്ത ജോലിയാണ് ആടുകളെ മേയ്ക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നത്. സ്വഹീഹുൽ ബുഖാരി തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റഗൽ ഗനം, എല്ലാ പ്രവാചകന്മാരും ആടുകളെ മേയ്ക്കുന്നവരായിക്കൊണ്ടല്ലാതെ ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടില്ല എന്നുള്ള. അപ്പൊ അത് പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ അത്ഭുതത്തോട് കൂടിച്ച് ഫഖാല അസ്ഹാബുഹു വ അൻത യാ റസൂലുള്ളാഹ്, നിങ്ങളും അത് ചെയ്തിട്ടുണ്ടോ? കാരണം പ്രവാചകന്റെ ആ ഒരു കാലഘട്ടത്തെ, മക്ക ജീവിത കാലഘട്ടത്തെ സംബന്ധിച്ചൊന്നും വിശദമായിട്ട് അവിടെയുള്ള ഭൂരിപക്ഷം സ്വഹാബികൾക്കറിയാം. 90% സ്വഹാബികൾ അതിനൊന്നും സാക്ഷിയല്ല. അപ്പൊ മദീന കാലഘട്ടത്തിലാണ് ഇതെല്ലാം പറയുന്നത്. താങ്കൾ ആടുകളെ മേയിച്ചിട്ടുണ്ടോ? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല നഅം കുൻതു അർഅഹ അലാ ഖറാറീസ് ലി അഹ്ലിൽ മക്ക, മക്കയിലുള്ള ആളുകൾക്ക്, മക്കയിലുള്ള ചില ആളുകൾക്ക് വേണ്ടി ഞാനും ആടുകളെ വളരെ ചുരുങ്ങിയ തോതിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ സമ്പത്തിന് വേണ്ടി ഞാനും ആടുകളെ മേയിച്ചിട്ടുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് പറയുന്നത്. നേരത്തെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാരെ കൊണ്ടും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം സർവ്വ പ്രവാചകന്മാരെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റഗൽ ഗനം, എല്ലാ പ്രവാചകന്മാരും ചെയ്ത ജോലിയാണത്. നേരത്തെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിലെല്ലാം നിലവിലുള്ള ബൈബിളിൽ പോലും യേശുക്രിസ്തു പല സ്ഥലത്തും തന്നെ ആട്ടിടയനോട് ഉപമിക്കുന്ന നിരവധി ഉപമകൾ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷ 10-ാം അധ്യായത്തിലെ 11-ാമത്തെ വചനത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു,
നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി എല്ലാം നൽകുന്നു. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഇതേ രൂപത്തിലുള്ള വചനങ്ങൾ ബൈബിളിൽ വായിക്കാൻ സാധിക്കും. അപ്പൊ അവിടെയെല്ലാം യേശുക്രിസ്തു സ്വയം തന്നെ ഇടയനോടും തന്റെ ജനതയെ മുഴുവൻ ആട്ടിൻപറ്റത്തോടാണ് ഉപമിക്കുന്നത്. ഇസ്രായേൽ ദേശത്തെ കാണാതെ പോയ ആടുകളിലേക്കാണ്. അവിടെയെല്ലാം യേശുക്രിസ്തു സ്വയം തന്നെ ഇടയനോടും അനുയായികളെ മുഴുവൻ ആട്ടിൻപറ്റത്തോടാണ് ഉപമിക്കുന്നത്. സമാനമായിട്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ ഇടയനാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പ്രവാചകന്റെ ആ ദൌത്യം ഏറ്റെടുത്ത് സമൂഹത്തിൽ, അതായത് മറ്റുള്ള ആളുകളെ നയിക്കുന്ന ആളുകളെ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചതും ഇടയനോടാണ്. മുത്തഫഖുൻ അലൈഹിയായിട്ടുള്ള സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിൽ ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലും അൻ റിആയതി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങളെല്ലാ ആളുകളും ഇടയന്മാരാണ്, നിങ്ങളുടെ കീഴിലുള്ള ആടുകളെ കുറിച്ച് അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ മസ്ഊലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി കാറ്റഗറി പറയുന്നുണ്ട്. ഇപ്പോ അമീറായിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനതയെക്കുറിച്ച് മസ്ഊലാണ്. അപ്പൊ അമീറായിട്ടുള്ള ആള് അദ്ദേഹം ഇടയനാണ്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനത എന്നുള്ളത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആട്ടിൻ പറ്റാണ്. അതേപോലെ തന്നെ ഒരു കുടുംബനാഥൻ, വീട്ടിലുള്ള കുടുംബനാഥൻ, അദ്ദേഹം തന്റെ കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം അള്ളാന്റെ മുമ്പിൽ മസ്ഊലാണ്. കുടുംബനാഥനായിട്ടുള്ള ആൾ ആ കുടുംബത്തിന്റെ ഇടയനാണ്. സമാനമായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിക്കുന്ന മനോഹരമായിട്ടുള്ള ഹദീസ്. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ പ്രവാചകന്മാരെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ആടിനെ മേയ്ക്കുക എന്നുള്ള ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അതിലുള്ള യുക്തി? എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്? മനോഹരമായിട്ടുള്ള ചില യുക്തികൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആടുകളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ആടുകൾ എന്നുള്ളത് അത് പ്രത്യേക, അതായത് ഇപ്പൊ സൈക്കാട്രിസ്റ്റുകളായിട്ടുള്ള ആളുകളെല്ലാം പല സന്ദർഭത്തിലും മനുഷ്യരാടുകളോട് ഉപമിക്കാറുണ്ട്. അതായത് നിരവധി കാര്യങ്ങൾ മനുഷ്യനുമായിട്ട് നിരവധി സമാനമായിട്ടുള്ള പ്രകൃതമാണ് ആടുകൾക്കുള്ളത്. ഇപ്പൊ പറയാറുണ്ട്, ഇപ്പോ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ നമ്മളൊരു പൂച്ചയെ അതേപോലെ തന്നെ നായയെല്ലാം ഒരു വൈൽഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ടുപോയിട്ടാൽ അത് ഉടനെ തന്നെ ആ സിറ്റുവേഷൻ പെട്ടെന്ന് അത് അഡാപ്റ്റ് ചെയ്തായിരിക്കും അവ ജീവിക്കുക. പക്ഷെ അതേ സന്ദർഭത്തിൽ ആടുകളെ നമ്മൾ അത്തരത്തിലൊരു വൈൽഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുപോയി വെച്ചാൽ അത് മറ്റുള്ള ജീവികൾക്ക് ഇരയായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യനെ നമ്മൾ ആടുകളുമായിട്ട് ആട്ടിൻപറ്റത്തെ നമ്മൾ ആട്ടിടയനെയും ആട്ടിൻപറ്റത്തെയും കുറിച്ച് ഒരു പ്രവാചകന്മാരുമായിട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അപ്പൊ നമ്മൾ ചിന്തിച്ചോക്കെ, ഒരു ആട്ടിടയനായിട്ടുള്ള ആള് സദാ സന്ദർഭത്തിലും തന്റെ മുമ്പിലുള്ള ആട്ടിൻപറ്റത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരിക്കണം. ഏത് സന്ദർഭത്തിലും തന്റെ മുമ്പിലുള്ള ആട്ടിൻപറ്റത്തെക്കുറിച്ച് ഇടയൻ ബോധവാനായിരിക്കണം. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അല്പം ശ്രദ്ധ തെറ്റിയാൽ വല്ല ചെന്നായം പിടിച്ചു കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് തന്നെ സദാ സന്ദർഭത്തിലും അങ്ങേയറ്റം ആട്ടിൻപറ്റത്തെ ഇടയൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമാനാണ് പ്രവാചകന്മാരുടെ കാര്യത്തിലും അവരുടെ ജനതയെക്കുറിച്ച് അവർ ബോധവാനായിരിക്കണം. അവര് സദാസന്ദർഭത്തിലും ബോധവാനായിരിക്കണം. അതേപോലെ തന്നെ ആടിനെ മേയ്ക്കുന്ന സന്ദർഭത്തിൽ ആട്ടിടയന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി ക്ഷമയാണ്. ക്ഷമ എന്നുള്ള വലിയൊരു ഗുണം ആടിനെ മേയ്ക്കുന്ന സന്ദർഭത്തിൽ ആട്ടിടയൻ അതിലൂടെ പഠിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആട്ടിടയന്റെ മുമ്പിലുള്ള ആട്ടിൻപറ്റം അത് അദ്ദേഹത്തിന്റേതല്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ അദ്ദേഹം ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ അതിനെ പരിചരിക്കേണ്ടതുണ്ട്. കാരണം അവസാനം, അതായത് ജോലി അവസാനിപ്പിച്ച് യജമാനിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ ആ ആട്ടിൻപറ്റത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് യജമാന്റെ മുമ്പിൽ ആട്ടിടയൻ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതേ രൂപത്തിൽ പ്രവാചകന്മാരുടെ കാര്യത്തിൽ നമുക്കറിയാം, ആ ജനത അവരുടേതല്ല. പക്ഷേ ആ ജനതയെ അവര് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ആ ജനതയിൽ അവര് ആ സന്ദേശം എത്തിക്കേണ്ടതുണ്ട്. ആ ജനതയെക്കുറിച്ച് യജമാന്റെ മുമ്പിൽ അവരവസാനം കണക്ക് പറയേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് സാക്ഷിയായിട്ട് അവരെയാണ് കൊണ്ടുവരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ നമുക്കറിയാം, സൂറത്ത് നിസാഇന്റെ 41-ാമത്തെ വചനത്തിൽ വകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ അഹുലാഇ ഷഹീദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ, പ്രവാചകനെ കരയിപ്പിച്ച വാക്കുകൾ, ഈ ഉമ്മത്തിന് മുഴുവൻ സാക്ഷിയായിട്ട് നാളെ താങ്കളെ കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് ഈ ഉമ്മത്താകുന്ന ആട്ടിൻപറ്റത്തിന് സാക്ഷിയായിട്ട് റസൂലുള്ളാഹിയാകുന്ന ഇടയനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മരണാനന്തര ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആ ഒരു ക്വാളിറ്റി എല്ലാം ആ ആടിനെ മേയ്ക്കുന്ന ജോലിയിലൂടെ പ്രവാചകന്മാർക്ക് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അതിലൂടെ ലഭിക്കുന്ന ഒരു ക്വാളിറ്റി എന്നുള്ളത് ലീഡർഷിപ്പിന്റെ ട്രെയിനിങ് ആണ്. ഒരാട്ടിൻപറ്റത്തെ നയിക്കുന്ന ആളുകൾ അത് ആട്ടിൻപറ്റത്തിന്റെ യജമാനന്മാരാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ആ ആട്ടിൻപറ്റം എന്നുള്ളത് ആട്ടിൻപറ്റം കൂട്ടമായിട്ട്
ആ യജമാനൻ അല്ലെങ്കിൽ ആട്ടിടയൻ തെളിക്കുന്നിടത്തേക്കാണ് അവർ പോവുക. അവരെ എങ്ങോട്ട് തെളിക്കണം, എവിടെയാണ് ആട്ടിൻകൂട്ടത്തിന് നന്മയുള്ളത്, എവിടെയാണ് അവർക്ക് തിന്മയുള്ളതെല്ലാം ആത്യന്തികമായിട്ട് ആട്ടിൻ പറ്റത്തേക്കാൾ അറിയുന്നത് ആട്ടിടയനാണ്. അതേ രൂപത്തിൽ പ്രവാചകന്മാരും ഒരു സമൂഹത്തെ മുഴുവൻ വഴി നടത്തേണ്ട ആളുകളാണ്. സത്യത്തിന്റെ സന്മാർഗത്തിലേക്ക് അവരെ വഴി നടത്തേണ്ട ദൌത്യം പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ സമൂഹത്തിന്റെ നന്മയും ആ സമൂഹത്തിന്റെ തിന്മയെല്ലാം ആത്യന്തികമായിട്ട് അറിയുന്നത് അവരെ നയിക്കുന്ന ഇടയന്മാരായിട്ടുള്ള ആ പ്രവാചകന്മാർക്കാണ്. ആ സമൂഹത്തെക്കാൾ ഏറെ അവരുടെ നന്മയെക്കുറിച്ച് ആ ഇടയന്മാരായ പ്രവാചകന്മാർക്ക് അതിനെ സംബന്ധിച്ച് ബോധമുണ്ടാകുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, മനോഹരാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്കറിയാം ഒരു ആട്ടിൻ പറ്റവുമായിട്ട് ഇടയൻ ഇടപഴകുന്ന സന്ദർഭത്തിൽ ഓരോ ആടുകളോടും കൃത്യമായിട്ട് അവരുടെ പ്രകൃതമനുസരിച്ച് വേണം അവരോട് പെരുമാറാൻ. വളരെ ശാന്തമായിട്ട് വേണം അവരോട് പെരുമാറാൻ. കാരണം ബുദ്ധിയില്ലാത്ത ജീവികളാണ്. ചില ജീവികള് പെട്ടെന്ന് തെളിക്കുന്നിടത്തേക്ക് അവർ പോകും. അതായത് ഇടയൻ പറയുന്നത് പെട്ടെന്ന് കേൾക്കുന്ന ചില ആടുകൾ ഉണ്ടാകും. അതേ സന്ദർഭത്തിൽ ചില ആടുകള് അവര് അതേ രൂപത്തിൽ ശാന്ത പ്രകൃതാവില്ല. അവര് കൂട്ടം തെറ്റി പോകാൻ ശ്രമിക്കും. ആ കൂട്ടത്തിലേക്ക് തന്നെ അവരെ നയിക്കേണ്ടത്. അതായത് ചില ആടുകളോട് ഒരല്പം പരിശായിട്ട് പെരുമാറേണ്ടി വരും. ചില ആടുകൾ വളരെ ശാന്തമായിരിക്കും. അപ്പൊ ഓരോ ആടുകളുടെയും അവരുടെ പ്രകൃതമനുസരിച്ച് വേണം ആട്ടിടയൻ നയിക്കാൻ. സുബ്ഹാനല്ലാഹ്. അതേ രൂപത്തിൽ മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന സന്ദർഭത്തിലും പ്രവാചകന്മാര് ആ സമൂഹത്തിലുള്ള വ്യത്യസ്ത ആളുകളുമായിട്ട് വ്യത്യസ്ത രൂപത്തിൽ വേണം അവർ ഇടപഴകാൻ. ചില ആളുകൾ സത്യത്തിലേക്ക് ഉടനെ വരും. ചില ആളുകൾ എത്ര ക്ഷണിച്ചാലും അവർ കൂട്ടം തെറ്റിപ്പോകാൻ, അതായത് അവർ ഇതേ രൂപത്തിൽ സത്യത്തിൽ നിന്ന് അകന്നു പോകും. പക്ഷെ ആ സന്ദർഭത്തിലും ക്ഷമയോടുകൂടെ അവരെ ആ സത്യത്തിലേക്ക് നയിക്കേണ്ട ജോലി ആ പ്രവാചകന്മാരുടേതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളുകൾക്കനുസരിച്ചാണ് അവരുമായിട്ട് ഇടപഴകിയത്. ഒരു അഅറാബി വരുന്ന സന്ദർഭത്തിൽ അവരുമായിട്ട് ഇടപഴകുന്ന രൂപത്തിലല്ല മക്കയിലുള്ള ഖുറൈശി പ്രമാണിമാരുമായിട്ട് റസൂലുള്ളാഹി സംസാരിച്ചത്. അപ്പൊ ഇതെല്ലാം, അതായത് പിൻകാലഘട്ടത്തിൽ ഇത്തരം പ്രധാനപ്പെട്ട ചില ക്വാളിറ്റികളെല്ലാം അതിലേക്കെല്ലാം ഉള്ള ഒരു ട്രെയിനിങ് കൂടെയാണ് ഇതേ രൂപത്തിലുള്ള ഒരു ജോലിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നാലാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, അതായത് കൂട്ടം തെറ്റി നിൽക്കുന്ന ആടുകളെയെല്ലാം ഒരു കൂട്ടത്തിലേക്ക് കൊണ്ടുവന്ന് ആ സത്യത്തിന്റെ പാതയിലേക്ക്, അതായത് യഥാർത്ഥ വഴിയിലേക്ക് തെളിക്കുന്ന ജോലി ആട്ടിടയനാണുള്ളത്. അതേ രൂപത്തിൽ ഖുറൈശികളുടെ കാര്യത്തിലെല്ലാം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ഗോത്രം തിരിഞ്ഞ് വ്യത്യസ്ത ഗോത്രങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നൂറുകണക്കിന് വർഷങ്ങൾ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഖുറൈശികളെ മുഴുവൻ ഒരു കൂട്ടത്തിലേക്ക്, അതായത് ഇസ്ലാമിന്റെ ആ ബാനറിലേക്ക് ഒരുമിപ്പിച്ച് അവരെ യഥാർത്ഥത്തിലുള്ള വഴിയിലേക്ക്, അതായത് ആ സത്യത്തിന്റെ പാതയിലേക്ക് അവരെ തെളിക്കുന്ന ജോലിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർവഹിക്കുന്നത് പിൻകാലത്ത്. അപ്പൊ അതിലേക്കുള്ള ഒരു ട്രെയിനിങ് കൂടെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ജോലി. അഞ്ചാമതായിട്ട് നമുക്കറിയാം മറ്റുള്ള ജോലികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ആട്ടിടയനായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ചുറ്റിലുള്ള പ്രകൃതി, ആ സൃഷ്ടിപ്പിന്റെ മനോഹരമായിട്ടുള്ള ആ പ്രകൃതി, അതേപോലെ തന്നെ ആകാശമെല്ലാം, അതിലേക്കെല്ലാം നോക്കാനും അതിനെ സംബന്ധിച്ച് ചിന്തിക്കാനെല്ലാം ധാരാളം അവസരവും അതേപോലെ തന്നെ സമയമെല്ലാം ലഭിക്കുന്നുണ്ട്. അതായത് അങ്ങേയറ്റം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ജോലിയല്ല. അവരെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചുറ്റുള്ള പ്രകൃതിയുമായിട്ട് ഇടപഴകാനും അതേപോലെ തന്നെ അതിലൂടെ ആ സൃഷ്ടിപ്പിന്റെ കൗതുകത്തെ നിരീക്ഷിക്കാനും സൃഷ്ടാവിനെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കാനെല്ലാം ഉള്ള ഒരു സമയം ഇടയന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ ആകാശത്തേക്ക് നോക്കാൻ അല്ലെങ്കിൽ ചുറ്റിലുള്ള സൃഷ്ടിയെല്ലാം വളരെ ഗൗരവത്തോടു കൂടെ നിരീക്ഷിക്കാനൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് സമയം പോലും ലഭിക്കാറില്ല. പല ആളുകളും ആകാശം തന്നെ കാണാറില്ല. മൊബൈൽ വന്നതിന് ശേഷം ഏത് സന്ദർഭത്തിൽ അതായത് നമ്മൾ കീഴോട്ടാണ് നോക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടെല്ലാം ഗൗരവത്തിൽ ഈ ചുറ്റിലുള്ള പ്രകൃതിയെ സംബന്ധിച്ച് ചിന്തിക്കാനെല്ലാം ഉള്ള ഒരു അവസരം ആ ഒരു ജോലിയിലൂടെ അവർക്ക് ലഭിക്കുകയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന തരത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ രൂപത്തിലെ ജീവികളുമായിട്ട് ഇതര ജീവജാലങ്ങളുമായിട്ട് ഇടപഴകിയത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കറിയാം പിൻകാലഘട്ടത്തിൽ ഇതര ജീവജാലങ്ങളോടെല്ലാം അങ്ങേയറ്റം കരുണയുള്ള ഒരു പ്രവാചകനെയാണ് നമ്മൾ പിന്നീട് ദർശിക്കുന്നത്. അപ്പൊ നിരവധി സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതന്നെ മറ്റൊരു വലിയ വിഷയമാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരിക്കല് നസായി ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് നമസ്കരിച്ച് പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ ഒരൊട്ടകം റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് വന്നു. ഒരു പ്രത്യേക രൂപത്തിൽ ആ ഒട്ടകം ശബ്ദിക്കുന്നുണ്ട്. അതിന്റെ കണ്ണിൽ നിന്നെല്ലാം കണ്ണീര് വരുന്നുണ്ട്. അങ്ങേയറ്റം ദുർബലനായിട്ടുള്ള ഒരു ഒട്ടകം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരാൻ.
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിന്റെ കണ്ണീരെല്ലാം തുടച്ച് അതിനെ തലോടി ആശ്വസിപ്പിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരിലേക്ക് തിരിഞ്ഞു ചോദിച്ചു, എവിടെ ഇതിന്റെ യജമാനൻ? ആരാണ് ഈ ഒട്ടകത്തിന്റെ യജമാനൻ? അവസാനം ആ യജമാനൻ അവർ കണ്ടെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ ഒട്ടകത്തെ അകാരണമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, അതിന് ഭക്ഷണമൊന്നും നൽകുന്നില്ലെന്ന് ആ ഒട്ടകം എന്നോട് പരാതി പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലായി. ആ യജമാനൻ പറഞ്ഞത് ശരിയായിരുന്നു, റസൂലുള്ളാഹി പറഞ്ഞത് ശരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടുക. അള്ളാഹിന്റെ മുമ്പിൽ നാളെ നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും. നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അനുഗ്രഹം നൽകിയത്, അതായത് ഈ ഒട്ടകത്തെ നിനക്ക് നൽകിയത് അതിനെ പരിപാലിച്ച് അതിന് ഭക്ഷണം നൽകി അതിനെ പോറ്റാനാണ്. അപ്പൊ നന്നായിട്ട് പരിപാലിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിനെ ഉപയോഗിക്കാനുള്ള അർഹതയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ താക്കീത് ചെയ്യാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തെറ്റ് ബോധ്യപ്പെട്ട് അദ്ദേഹം തിരിച്ചു പോവാണ്. ഇതര ജീവജാലങ്ങളോട് റസൂലുള്ളാഹി കാണിച്ച കാരുണ്യത്തിന് എത്രയെത്ര ഉദാഹരണങ്ങളാണ് ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു അനുചരൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു അനുചരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പക്ഷിക്കുഞ്ഞിനെ ഒരു ഗിഫ്റ്റായിട്ട്, ഒരു സമ്മാനമായിട്ട് നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കയ്യിലെടുത്തതിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രവാചകൻ അസ്വസ്ഥനാവുകയാണ്. കാരണം ആ പക്ഷിക്കുഞ്ഞിന്റെ തള്ളപ്പക്ഷി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് റസൂലുള്ളാഹിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തന്നെ ആ ന്യായ വിളിച്ചിട്ട് എവിടെ നിന്നാണോ ഈ കുഞ്ഞിനെടുത്തത് ആ സ്ഥലത്ത് അത് കൊണ്ടുപോയി വെക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിക്കാൻ, അദ്ദേഹത്തോട് കൽപ്പിക്കാൻ. എത്ര സംഭവങ്ങൾ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു യാത്ര പോകുന്ന സന്ദർഭത്തിൽ അങ്ങേയറ്റം തണുപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആ തണുപ്പ് അകറ്റാൻ വേണ്ടി അവർ ഒരു സ്ഥലത്ത് തീയിട്ട സന്ദർഭത്തിലാണ് അവർ കണ്ടത്. ആ തീയിട്ട സ്ഥലത്തിന്റെ സമീപത്തുകൂടെ ഒരു എറുമ്പ് കൂട്ടായിട്ട് ഇങ്ങനെ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആ തീ കെടുത്താൻ വേണ്ടി കൽപ്പിക്കാൻ, ആ തീ കെടുത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിർദ്ദേശിക്കാണ്. ആ തീ കെടുത്തുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. അവസാനം ആ തീ കെട്ട് എറുമ്പുകൾ സുരക്ഷിതാണെന്ന് കണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് ഒരു എറുമ്പിനെ പോലും അകാരണമായിട്ട് വധിക്കുന്നതിനെ അത്ര ഗൗരവത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര മനോഹരാണ് നമ്മുടെ മതം. പക്ഷേ നമുക്കതിന് അകാരണമായിട്ട് മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടി തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന മതമാണെന്നെല്ലാം ശത്രുക്കള് ഈ ഒരു മതത്തെക്കുറിച്ചാണല്ലോ ആരോപിക്കുന്നതെന്നുള്ള കാര്യത്തിൽ, അതായത് നമ്മൾ വളരെയധികം സങ്കടം തോന്നാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം കേൾക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ. അപ്പൊ ഇസ്ലാമിന് നമ്മളെ മതത്തെ സംബന്ധിച്ചിടത്തോളം, മനോഹരമായിട്ടുള്ള ഈ ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം ഇതര ജീവജാലങ്ങളുമായിട്ട് ഇടപെടുന്ന സന്ദർഭത്തിലെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഇസ്ലാമിന് ആ വിഷയത്തിലുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ സ്വർഗനരകങ്ങൾ പോലും മിണ്ടാപ്രാണികളോട് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട്, അതായത് സ്വർഗനരകങ്ങൾ പോലും തീരുമാനിക്കുന്നതിന് കാരണമായി തീരും എന്നുള്ള, ഒരു മിണ്ടാപ്രാണിയോട് കാരുണ്യം കാണിക്കുന്ന ഒരു മനുഷ്യൻ അക്കാരണം കൊണ്ട് മാത്രം അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, ഏതെങ്കിലും മിണ്ടാപ്രാണികളോട് ക്രൂരത കാണിക്കുന്ന ഒരു കാരണം കൊണ്ട് മാത്രം ഒരാൾ നരകത്തിൽ പോവുക, അത്തരത്തിലുള്ള ഉദ്ധരണികൾ പോലും നമുക്കറിയാം നമ്മുടെ ഹദീസുകളിൽ ഉണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം ദാഹിച്ചു വലഞ്ഞൊരു നായക്ക് വെള്ളം കൊടുത്തൊരു മനുഷ്യൻ ആ ഒരു കാര്യം കൊണ്ട് മാത്രം, ആ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രം അദ്ദേഹം സ്വർഗാവകാശിയാവുകയാണ്. അതേ സന്ദർഭത്തിൽ എപ്പുറത്ത് ഒരു പൂച്ചക്ക് ഭക്ഷണം നൽകാതെ കെട്ടിയിട്ട് ആ പൂച്ചയെ വധിച്ച സ്ത്രീ നരകാവകാശിയാവുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ അതായത് മിണ്ടാപ്രാണികളോടെല്ലാം കാണിക്കേണ്ട ആ കാരുണ്യത്തെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നിർദ്ദേശിച്ചു. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംസാരിക്കുന്നതോടൊപ്പം തന്നെ തന്റെ ജീവിതത്തിൽ അത് കാണിച്ചു തരികയും ചെയ്തു. അപ്പൊ ഇത്രയേറെ ഇതര ജീവജാലങ്ങളോടെല്ലാം കാരുണ്യമുള്ളവനാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുക്കാനുള്ള ഒരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതര ജീവജാലങ്ങളുമായിട്ട് വളരെ ചെറിയ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഇടപഴകിയിരുന്നു. അതെല്ലാം അതിനൊരു കാരണമായിട്ട് ഭവിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരെ കൊണ്ടും ആ ഒരു ജോലി ചെയ്യിപ്പിച്ചതിനുള്ള നിരവധി യുക്തികളിൽ ചിലതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ ഒരു കൗമാര കാലഘട്ടത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ജാഹിലിയത്തിന്റെ കളങ്കമേൽക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കപ്പെട്ട ചില സംഭവങ്ങൾ സീറ ഗ്രന്ഥങ്ങളിലെല്ലാം ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഇമാം തൊബരി അദ്ദേഹത്തിന്റെ താരീഖിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ടൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ആട് മേയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സുഹൃത്ത് റസൂലുള്ളാഹിക്ക് ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു.
ആ സുഹൃത്ത് പല സന്ദർഭത്തിൽ ഒഴിവ് കിട്ടുന്ന സന്ദർഭത്തിൽ അവർ പരസ്പരം സംസാരിച്ചിരിക്കും. അപ്പൊ പട്ടണത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകളും, പട്ടണത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഈ സുഹൃത്ത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് പങ്കുവെക്കും. അപ്പൊ അദ്ദേഹം പല സന്ദർഭത്തിലും പറയും പട്ടണത്തിൽ നടക്കുന്ന ഒരു ആഘോഷത്തെ സംബന്ധിച്ച്. അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലുള്ള വലിയ ധനികരായിട്ടുള്ള ആളുകൾ അവരൊരുക്കുന്ന ഒരു പബ്ലിക് ഇവന്റ് ആണ്. അതായത് ഏതൊരാൾക്കും വന്ന് കണ്ട് ആസ്വദിക്കാൻ ഉതകുന്ന രൂപത്തിൽ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാം. അതായത് എല്ലാവിധം പേക്കൂത്തുകളും മദ്യവും അതേപോലെ തന്നെ സ്ത്രീകളുടെ നൃത്തവും അതേപോലെ തന്നെ സംഗീതവും എല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രോഗ്രാം പല സന്ദർഭത്തിലും ഒരു പൊതുപരിപാടി മക്കയിൽ പല ധനികരായിട്ടുള്ള ആളുകളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ആളുകളെല്ലാം വരും, രാത്രിയിലുടനീളം അവർ കണ്ടത് ആസ്വദിക്കും. അപ്പൊ അതേ രൂപത്തിലുള്ള ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുഹൃത്ത് പറയാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത്തരത്തിലൊന്നിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ സുഹൃത്ത് ഇങ്ങനെ വല്ലാതെ പ്രേരിപ്പിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് പോയി കാണാൻ വേണ്ടി തീരുമാനിക്കാൻ. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങളുടെ ആടുകളെ സംരക്ഷിക്കുന്ന കാര്യമെല്ലാം ഞാൻ ഏറ്റു, അതിനെ സംബന്ധിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല, നിങ്ങൾ പോയി ഒന്ന് അത് കണ്ടു നോക്കുക. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അന്നത്തെ ദിവസം എന്തോ ഒരു കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി എന്നോണം അന്നത്തെ ദിവസം പറഞ്ഞ സമയത്തിന് ആ പ്രോഗ്രാം തുടങ്ങിയില്ല, ഒരുപാട് വൈകി. ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈകിയത് കാരണം അവിടെ പോയി ഏതോ ഒരു മരത്തിന്റെ ചോടെ പോയി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. അവിടെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നത് ആ സൂര്യന്റെ വെളിച്ചങ്ങനെ മുഖത്തേക്ക് അടിച്ച സന്ദർഭത്തിൽ പിറ്റേ ദിവസം രാവിലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നത്. ആ സന്ദർഭം ആ ഒരു സമയത്തേക്ക് എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി. ആ സുഹൃത്ത് ചോദിച്ചു, കൗതുകത്തോടുകൂടി ചോദിച്ചു, നിങ്ങൾ കണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കണ്ടില്ല, ഉറങ്ങിപ്പോയി. പിന്നെ വീണ്ടും അതേ രൂപത്തിലൊരു പ്രോഗ്രാം വന്ന സന്ദർഭത്തിൽ അദ്ദേഹം വീണ്ടും റസൂലുള്ളാഹിനെ പറഞ്ഞയച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അതേ രൂപത്തിൽ വടിയിൽ വെച്ച് പ്രവാചകൻ ഉറങ്ങിപ്പോവാൻ. അത് ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ സമാനമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി അത് തനിക്ക് ശരിയാവില്ല. അതായത് ഇത് തനിക്ക് ചേർന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി. എന്തോ ഒരു ബോധനം പ്രവാചകന് സ്വയം തോന്നി. അവിടെ വെച്ച് ഇനി മേലിൽ ഇത്തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കില്ലെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച രൂപമാണ്. അതായത് ഭാവി ദൌത്യത്തിലേക്ക് കളങ്കമില്ലാത്ത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഒരു സന്ദർഭം മുതലേ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടുവരാൻ. നേരത്തെ നമ്മൾ ശഖ്ഖു സുദൂർ എല്ലാം പറഞ്ഞു, അതെല്ലാം അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. ആ ഒരു സമൂഹത്തിൽ ആ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബഹുദൈവ ആരാധനകൾക്കോ അതേപോലെ തന്നെ ബിംബാരാധനകൾക്കോ അന്ധവിശ്വാസത്തിനൊന്നും അടിമപ്പെടാതെ ആ ജാഹിലിയ കാലഘട്ടത്തിനിടയിൽ വളരെ പവിത്രമായിട്ടൊരു ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെല്ലാം അടിമപ്പെട്ട ആളുകൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലുള്ള സർവ്വ ആളുകളും ആദരിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്തു എന്നുള്ളത്. അതാണ് കൗമാര കാലഘട്ടത്തിൽ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവത്വത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ 20 വയസ്സ് പ്രായമാകുന്ന സന്ദർഭത്തിൽ ഇബ്നു ഇസ്ഹാഖ് 20 സൂചിപ്പിക്കുന്നത്. 20-ാം വയസ്സിൽ പിന്നീട് അരങ്ങേറുന്ന പ്രധാനപ്പെട്ട സംഭവം ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഹർബുൽ ഫിജാർ. ആ ഹർബുൽ ഫിജാറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നേരത്തെയാണ് ജാഹിലിയ കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ജാഹിലിയ കാലഘട്ടത്ത്. അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാം ജനനത്തിന് മുമ്പ് നടന്ന ഹർബുൽ ബസൂസ് എന്നറിയപ്പെടുന്ന ഒരു ചരിത്ര പ്രസിദ്ധ യുദ്ധമുണ്ട് അറേബ്യൻ ചരിത്രത്തിൽ. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ ഒരു 19 വർഷം മുമ്പ് നടന്ന യുദ്ധം 40 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ കാരണം വലിയ തമാശയാണ്. അതായത് ഒരാള് മറ്റൊരാളുടെ ഒട്ടകത്തെ വധിച്ചു, അതായിരുന്നു അതിന്റെ കാരണം. ആ ഒട്ടകത്തെ വധിച്ചതിന്റെ പേരിൽ 40 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം, അതാണ് ഹർബുൽ ബസൂസ്. അത് വളരെ മോശമാണ്, വലിയ തമാശയായിട്ട് നമുക്ക് ഇന്ന് ആ ജാഹിലിയത്തിന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളും ചിന്തിച്ചോക്ക്. ആ ജാഹിലിയത്തെല്ലാം ഒരർത്ഥത്തിൽ വേഷം മാറി നമുക്കിടയിൽ ഇന്നും അതേ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. അന്ന് ഗോത്രം തിരിഞ്ഞാണ് അവർ യുദ്ധം ചെയ്തിട്ടുള്ളതെങ്കിൽ ഇന്ന് വ്യത്യസ്ത സംഘടനകളും അതേപോലെ തന്നെ രാജ്യങ്ങളും ചേരിതിരിഞ്ഞ് ഇതേ രൂപത്തിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളം ഇത് എത്രയെത്ര മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ ചില പ്രവിശ്യകൾ, ഞാൻ പേര് സഹിതം ഉദ്ധരിക്കുന്നില്ല, ചില പ്രവിശ്യകൾക്ക് വേണ്ടി 19 വർഷങ്ങളായിട്ട് യുദ്ധത്തിൽ അല്ലെങ്കിൽ തീരാ ചർച്ചകളാണ്. അതേപോലെ തന്നെ അന്നത് അരങ്ങേറിയത് അറേബ്യൻ മരുഭൂമിയിലാണെങ്കിൽ ഇന്ന് പലപ്പോഴും അതിന്റെ വേദിയായിട്ട് മാറുന്നത് സോഷ്യൽ മീഡിയയാണ്.
സോഷ്യൽ മീഡിയയിലേക്കല്ല, നമ്മൾ അതേ സംഭവമാണ് അവിടെ നടക്കുന്നത്. ഒരാൾ ചെയ്ത തെറ്റിനെ ഏതൊരാൾക്കും അബദ്ധം സംഭവിക്കാം. ആ ഒരാൾ ചെയ്ത തെറ്റിനെ സോഷ്യൽ മീഡിയ കാലങ്ങളോളം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു തെറ്റിനെ ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചു പോയൊരു അബദ്ധം, അദ്ദേഹം അതിൽ നിന്നും തൗബ ചെയ്ത് കരകയറിയാലും 50 അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിലുടനീളം സമൂഹം അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സംഘടനയുടെ പേരിൽ അസബിയത്ത് നമുക്കറിയാം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. 50 വർഷം മുമ്പ് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അതിന്റെ ക്ലിപ്പിംഗ്, ഒരാൾക്ക് പറ്റിയ തെറ്റുകള് അദ്ദേഹം 50 വർഷം 19 വർഷം മുമ്പ് പറഞ്ഞതെല്ലാം ഇന്നും കൊണ്ടുവന്ന് പരസ്പരം തീരാത്ത രൂപത്തിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ രൂപത്തിൽ തന്നെ അന്ന് ഒട്ടകത്തിന്റെ പേരിലാണ് ആളുകളെ ഇതേ രൂപത്തിൽ നിരവധി ആളുകളെ വധിച്ചതെങ്കിൽ ഇന്ന് ഒട്ടകം മാറി പശുവായി എന്ന് മാത്രം. എത്ര ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. അപ്പൊ ഒരർത്ഥത്തിൽ ആ ജാഹിലിയത്തെല്ലാം മറ്റൊരു രൂപത്തിൽ അതേ രൂപത്തിൽ ഇന്നും നമ്മുടെ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. ആ ജാഹിലിയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 വയസ്സ് പ്രായത്തിൽ നടന്ന പ്രസിദ്ധ യുദ്ധമാണ് ഹർബുൽ ഫിജാർ. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹർബുൽ ഫിജാർ എന്നുള്ളത് ഒരു യുദ്ധമല്ല, മറിച്ച് ഇതേ രൂപത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 5 വർഷത്തോളം നീണ്ടുനിന്ന ഒരു യുദ്ധ പരമ്പരയാണ്. 5 വർഷത്തോളം നീണ്ടുന്ന യുദ്ധ പരമ്പരയാണ്. 5 വർഷം തുടർച്ചയായിട്ടുള്ള യുദ്ധമല്ല, യുദ്ധം വളരെ കുറച്ചാണ്. പക്ഷേ യുദ്ധത്തിന്റെ ആ ഒരു സാഹചര്യം 5 വർഷത്തോളം നീണ്ടുനിന്നു. അതുകൊണ്ടാണ് ചില ആളുകൾ റസൂലുള്ളാഹിന്റെ 15ാമത്തെ വയസ്സിലാണ് ഇത് നടന്നതെന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ചില പണ്ഡിതന്മാർ 20ാമത്തെ വയസ്സ്. അത് രണ്ടും ഒരർത്ഥത്തിൽ ശരിയാണ്. 15ാമത്തെ വയസ്സിൽ ആരംഭിച്ച് 20ാം വയസ്സിൽ പൂർത്തീകരിച്ചു. ചില ആളുകൾ 20 ഉദ്ധരിക്കാനുള്ള കാരണം ഒരുപക്ഷെ ആ യുദ്ധം തീരുന്നത് 20ാമത്തെ വയസ്സിലാണ്. അല്ലാഹു അലം. ആ യുദ്ധ ഹർബുൽ ഫിജാർ എന്താന്ന് വെച്ചാൽ അക്കാലഘട്ടത്ത് ബനു കിനാന എന്നറിയപ്പെടുന്ന ഒരു ഗോത്രം, ബനു കിനാന എന്നുള്ളത് ഖുറൈശി ഗോത്രമെല്ലാം ആ ബനു കിനാനയുടെ ഭാഗമാണ്. അതായത് ബനു കിനാന എന്നുള്ള ഒരു വൃക്ഷം, അതിന്റെ ഒരു ശാഖയാണ് ഖുറൈശികൾ. ആ ബനു കിനാനയും അതേപോലെ തന്നെ അക്കാലഘട്ടത്ത് നിലനിന്നിരുന്ന മറ്റൊരു പ്രസിദ്ധ ഗോത്രമായിരുന്ന ഖൈസ് ഐലാൻ എന്നുള്ളത് വലിയൊരു ഗോത്രമാണ്. അവരുടെ ഭാഗമാണ് ഇപ്പോ ഹവാസിൻ ഗോത്രമെല്ലാം. ആ ഖൈസ് ഐലാന്റെ സബ് ട്രൈബാണ്, അതായത് അതിന്റെ ഒരു ശാഖയാണ്. ഈ 2 ഗോത്രങ്ങൾക്കിടയിലാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. യുദ്ധ കാരണം എന്താന്ന് വെച്ചാൽ ഈ ബനു കിനാന, അതായത് കിനാന ഗോത്രങ്ങൾ, ഖുറൈശികൾ അടക്കം ഉൾക്കൊള്ളുന്ന ആ കിനാന ഗോത്രത്തിലുള്ള ബറാൽ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഖൈസ് ഐലാൻ ഗോത്രത്തിന്റെ ഭാഗമായിരുന്ന ഹവാസിൻ, ആ ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ട ഉർവ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം വധിച്ചു. അതായത് അവർക്കിടയിൽ കച്ചവട പ്രശ്നമോ മറ്റെന്തോ കാരണത്താൽ അവർ വധിച്ചു. ആ വധിച്ചത് കാരണം അവർക്കിടയിൽ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നിഷിദ്ധമായിട്ടുള്ള മാസത്തിലാണ് അവർ യുദ്ധത്തിന് വരുന്നത്. ആ നിഷിദ്ധ മാസത്തിന്റെ ആ പവിത്ര മാസത്തെ ലംഘിച്ചുകൊണ്ട് ആ ഗോത്രം യുദ്ധത്തിന് വേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. 4 മാസം അഷ്ഹുറുൽ ഹുറും, ആ 4 മാസമുണ്ട്. ആ 4 മാസത്തിൽ ദുൽഖഅദ് മാസത്തിലാണ് അവര് അതിന് പകരം ചോദിക്കാൻ വേണ്ടി യുദ്ധത്തിന് വന്നത്. ജാഹിലിയ കാലഘട്ടത്തെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ജാഹിലിയ കാലഘട്ടത്തെ അതായത് ആ പവിത്ര മാസങ്ങളുമായിട്ടുള്ള ആ സങ്കല്പമെല്ലാം അവർ അതേ രൂപത്തിൽ അനുഷ്ഠിച്ചു പോരുന്നുണ്ടായിരുന്നു. അതിൽ ചില തിരുമറികൾ അവർ നടത്താറുണ്ടെങ്കിലും ആ ഒരു സങ്കല്പം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ വിശുദ്ധ മാസത്തിന്റെ പവിത്രത ലംഘിച്ചുകൊണ്ടാണ് ആ യുദ്ധം നടന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേര് ഹർബുൽ ഫിജാർ എന്ന യുദ്ധത്തിന് പേര് നൽകാനുള്ള കാരണം. ഫിജാർ എന്ന് വെച്ചാൽ, ഫാജിർ എന്ന് വെച്ചാൽ നമുക്കറിയാം മോശം, ഇവിൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ അതേ അർത്ഥത്തിൽ ആ പദത്തെ ഉപയോഗിക്കുന്നത്. സൂറത്ത് ശംസിന്റെ 8ാമത്തെ വചനത്തിൽ ഫഅൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ ഒരു മോശ അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മോശം യുദ്ധം, അധാർമികമായിട്ടുള്ള യുദ്ധം എന്നാണ് അവര് ആ യുദ്ധത്തിന് തന്നെ പേര് നൽകാനുള്ള കാരണം. ഇപ്പൊ തെറ്റ് ഖുറൈശികളുടെ ഭാഗത്തായിരുന്നു. പക്ഷെ അതായത് ആ വ്യക്തിയാണ് വധിച്ചത്. പക്ഷേ ആ തെറ്റിനോട് മറുപക്ഷം പ്രതികരിച്ചത് അതിനേക്കാൾ ഗൗരവത്തോടുകൂടാണ്. അതിനേക്കാൾ ഗൗരവം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വിശുദ്ധ മാസത്തെ മാനിക്കാതെയാണ് അവര് ആ മാസം യുദ്ധത്തിന് വന്നത്. യുദ്ധത്തിന് വന്ന സന്ദർഭത്തിൽ അവർക്ക് തിരിച്ചടിക്കാതെ ഗതിയില്ല. അപ്പൊ അവര് ഖുറൈശികളായിട്ടുള്ള ആളുകൾ തിരിച്ചടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന് സാക്ഷിയായി എന്നുള്ളതാണ്. 5 വർഷം നീണ്ടുന്ന യുദ്ധത്തിൽ, 5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ സ്വാഭാവികമായിട്ടും ഖുറൈശികൾ അവരെടുക്കുന്ന യുദ്ധതന്ത്രങ്ങൾ യുദ്ധമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി കാര്യങ്ങൾ അതിലൂടെ പഠിക്കാൻ അതിൽ അവസരം നൽകി എന്നുള്ള സുബ്ഹാനല്ലാഹ്. അതെല്ലാം പിൻകാലഘട്ടത്തിൽ നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി യുദ്ധങ്ങൾ അരങ്ങേറുന്നത്. അതിലേക്കെല്ലാം ഉള്ള ഒരു തെർബിയത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകിയെന്ന് ആ രൂപത്തിൽ നമുക്ക് അതിനെ കാണാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്. 5 വർഷം എന്നുള്ള പറയുന്ന സന്ദർഭത്തിൽ 5 വർഷം തുടർച്ചയായിട്ട് യുദ്ധമല്ല, മറിച്ച് ആകെ 5 യുദ്ധങ്ങൾ മാത്രമാണ് നടക്കുന്നത്.
അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പങ്കെടുക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ ഗോത്രാണ് ഒരു പക്ഷത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ നിർബന്ധ കാരണം അബൂ ത്വാലിബ്, തന്റെ സംരക്ഷകനായിട്ടുള്ള അബൂ ത്വാലിബിന്റെയും ഖുറൈശി പ്രമാണിമാരുടെ എല്ലാം നിർബന്ധം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ 1-2 യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുക. പങ്കെടുക്കാന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പോരാടിയിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിതൃ സഹോദരങ്ങൾക്ക് അമ്പെടുത്തു കൊടുത്തുകൊണ്ട് സഹായിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. അതായത് അമ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് ആ അമ്പ്, അതായത് വ്യത്യസ്ത ഭാഗത്തേക്ക് പോകുന്ന അമ്പെല്ലാം കളക്ട് ചെയ്ത് അവർക്കത് എടുത്തു കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിൽ അവരെ സഹായിച്ചു. അതാണ് ഹർബുൽ ഫിജാർ. ആദ്യത്തിൽ ഖുറൈശികൾ പരാജയപ്പെട്ടു, പിന്നീട് അവർക്ക് യുദ്ധത്തിൽ ആധിപത്യം വന്നു. ഏതായാലും അവസാനം ഈ 2 ഗോത്രങ്ങൾ, ഇരുകൂട്ടർ, അതായത് ഹവാസിൻ ഗോത്രവും അതേപോലെ തന്നെ ഖൈസയില, ഈ 2 ഗോത്രങ്ങൾ അവസാനം സമാധാന സന്ധി ഉണ്ടാക്കിയിട്ട് അവസാനം യുദ്ധം അവസാനിപ്പിച്ചു. അതാണ് ഹർബുൽ ഫിജാർ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിരുന്നു. ഹർബുൽ ഫിജാറിനോടനുബന്ധിച്ച്, അതായത് ഫിജാർ യുദ്ധത്തിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവത്വത്തിലേക്ക് കടന്ന സന്ദർഭത്തിൽ 20-ഉം 25-നും വയസ്സിനിടയിൽ പ്രായമുള്ള സന്ദർഭത്തിൽ അരങ്ങേറിയ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഹെൽഫുൽ ഫുദൂൽ, അല്ലെങ്കിൽ മറ്റൊരു പേര് ഹെൽഫൽ മുത്തയ്യിബീൻ എന്നാണ് അതിന്റെ പേര്. ആ പേരെന്താണെന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കും. സംഭവം എന്താന്ന് വെച്ചാൽ, ജാഹിലിയ കാലഘട്ടത്ത് മക്കയുടെ പുറത്തുള്ള ആളുകൾ അവര് ഹജ്ജിനും ഉംറക്കെല്ലാം മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവര് കച്ചവടം കൂടെ ലക്ഷ്യമാക്കിയിട്ടാണ് അവർ മക്കയിലേക്ക് വരിക. അതായത് ഹജ്ജ് ചെയ്തു പോകുന്ന സന്ദർഭത്തിൽ അവരുടെ കച്ചവട വസ്തുക്കളെല്ലാം വിറ്റാ ലാഭമായിട്ടാണ് അവർ തിരിച്ചു പോവുക. അങ്ങനെ മക്കൾക്ക് പുറത്തുള്ള ഒരു യമനിലുള്ള ഒരു സുബൈദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധ്യമല്ല. യമനിലുള്ള സുബൈദ് എന്നറിയപ്പെടുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി, അതാണ് സുബൈദി. അദ്ദേഹം തന്റെ കച്ചവട വസ്തുക്കളുമായിട്ട് അദ്ദേഹം ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വരാണ്. ഹജ്ജെല്ലാം തുടങ്ങുന്നതിന്റെ മുമ്പേ അദ്ദേഹം മക്കയിലെത്തി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഹജ്ജ് കഴിഞ്ഞു പോകുമ്പോഴേക്ക് ആ വസ്തുക്കളെല്ലാം വിറ്റ് ലാഭമായിട്ട് തിരിച്ചു പോകണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ നെയ്യത്ത്. അപ്പൊ അദ്ദേഹം മക്കയിലെത്തിയ സന്ദർഭത്തിൽ മക്കയിലുള്ള ഒരു ഖുറൈശി പ്രമാണി അദ്ദേഹം കൊണ്ടുവന്ന ആ വസ്തുക്കളും മുഴുവൻ ഒന്നിച്ച് അദ്ദേഹം പർച്ചേസ് ചെയ്തു. വലിയ ലാഭത്തിലല്ലെങ്കിലും തലവേദന ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഒന്നിച്ച് ഒരാൾക്ക് തന്നെ അദ്ദേഹം വിറ്റു. അത് വാങ്ങിയ വ്യക്തി മക്കയിലുണ്ടായിരുന്ന പ്രമുഖനായിട്ടുള്ള ഒരു ഖുറൈശി പ്രമാണി ആസിബിന് വായിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ആളുകളും കേട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മകന് പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബയാണ് അദ്ദേഹത്തിന്റെ മകൻ അംറുബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, അംറുബിൻ ആസ് കോങ്കറർ ഓഫ് ഈജിപ്ത്, ഫാത്തിഹ മിസ്ർ എന്ന പേരിൽ ചരിത്ര പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈജിപ്ത് കീഴടക്കിയതിനെല്ലാം, ഈജിപ്തിലേക്കുള്ള സൈനിക മുന്നേറ്റത്തിലെല്ലാം അവരുടെ നായകനായിട്ട് പോയ അംറുബിൻ ആസ് റളിയല്ലാഹു അൻഹു. ആ അംറുബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ ആസിബിന് വായിലാണ് ആ സമ്പത്ത്, അതായത് ആ സുബൈദയിൽ നിന്നും ആ വസ്തുക്കളെല്ലാം പർച്ചേസ് ചെയ്തത്. അത് വാങ്ങിയതിനു ശേഷം ആസിബിന് വായിൽ പറഞ്ഞു, ഹജ്ജല്ല, എന്റെ കയ്യിൽ ഇപ്പോ പണമില്ല, ആ പണം കിട്ടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ പണം ഞാൻ നിനക്ക് നൽകാമെന്ന് അദ്ദേഹം ഒരു കരാറും അദ്ദേഹത്തിന് നൽകി. അപ്പൊ യമനി അത് സമ്മതിച്ചു. കാരണം അദ്ദേഹം ഏതായാലും ഒരുപാട് ദിവസം അവിടെ ഉണ്ടാകും. പോകുന്ന സന്ദർഭം ആകുമ്പോഴേക്ക് അദ്ദേഹത്തിന് കിട്ടിയാൽ മതി. അദ്ദേഹം അത് അംഗീകരിച്ചു. ഏകദേശം ഹജ്ജ് സീസൺ കഴിയാനായ സന്ദർഭത്തിൽ ഈ യമനി അദ്ദേഹം വന്നിട്ട് ആസിബിന് വായിലിനോട് തന്റെ പണം ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നാളെ വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അദ്ദേഹം തിരിച്ചുപോയി. പിറ്റേ ദിവസം അദ്ദേഹം വന്നു. ആ സന്ദർഭത്തിലും ആസിബിന് വായിൽ അദ്ദേഹത്തോട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ 3-4 ദിവസം ഇതേ രൂപത്തിൽ മടങ്ങി വരാൻ വേണ്ടി കൽപ്പിക്കാൻ. അവസാനം ഹജ്ജെല്ലാം കഴിഞ്ഞ സന്ദർഭത്തിലും ആ പണം തിരിച്ചു കിട്ടില്ലെന്നായ സന്ദർഭത്തിൽ ആ സുബൈദി അദ്ദേഹത്തിന് മനസ്സിലായി ആസിബിന് വായിൽ തന്നെ വഞ്ചിച്ചതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഒരൽപ്പം ശക്തമായിട്ടുള്ള ഭാഷയിൽ പണം ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ആസിബിന് വായിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അറിയാത്ത പോലെ അഭിനയിക്കാൻ തുടങ്ങി. എന്ത് പണം? ഞാൻ അതിന് നിങ്ങളുമായിട്ട് യാതൊരു ഇടപാട് നടത്തിയിട്ടില്ലല്ലോ. ആ രൂപത്തിൽ, ഒന്നും അറിയാത്ത രൂപത്തിൽ ആസിബിന് വായിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അതോടുകൂടെ ആ സുബൈദി അദ്ദേഹത്തിന് മനസ്സിലായി താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ആകെ കൊണ്ടുവന്ന മൊത്തം മുതൽ അദ്ദേഹത്തിന് പോയി. വെറുങ്കയോടുകൂടെ അദ്ദേഹം യമനിലേക്ക് തിരിച്ചു പോകണം. വല്ലാത്ത വിഷമായി. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചിന്തിച്ചു, അതായത് ജാഹിലിയ കാലാണ്. അവിടെ പോലീസോ ഭരണകൂടം ഒന്നുമില്ല. ആരോടും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഗോത്രാണ് തീരുമാനിക്കുന്നത്. ആസിബിന് വായിൽ എന്നുള്ളത് മക്കയിലെ ഖുറൈശി പ്രമാണിയാണ്. ഒരാളോടും പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം അങ്ങേയറ്റം നിരാശനായി. എന്നാലും അദ്ദേഹം നിരാശപ്പെട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നതിന് പകരം അദ്ദേഹത്തിന് തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കാൻ.
ആരെങ്കിലും ഒരാൾ തന്നോട് ഒരല്പം കനിവ് കാണിക്കുമെന്ന് കരുതി അദ്ദേഹം മക്കയിലുള്ള ഖുറൈശി പ്രമാണിമാരുടെ വീട്ടിന്റെ മുമ്പിലെല്ലാം അദ്ദേഹം പോയി കാര്യം പറഞ്ഞു. ഒരാളും സഹായിക്കാൻ സന്നദ്ധമായില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഓരോ ആളുകൾ ഓരോ ന്യായം പറഞ്ഞ് പിന്മാറി. കാരണം എന്താന്ന് വെച്ചാൽ ഒരു പേരും അറിയാത്ത ഈ ഒരാൾക്ക് വേണ്ടി സ്വന്തം ഗോത്രത്തിൽ പേര് കേട്ട ഒരു അനുയായിയെ പിണക്കുന്നത് ഒരാളും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. അവസാനം ഒരു രക്ഷയില്ലെന്ന് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം ഖുറൈശികൾക്കെതിരെ അതായത് ഖുറൈശി ഗോത്രത്തിനെതിരെ അദ്ദേഹം അതിമനോഹരമായിട്ട് ഒരു കവിത എഴുതി. അതായത് അന്നത്തെ മീഡിയയാണ് യഥാർത്ഥത്തിൽ കവിത, മനസ്സിലാക്കണം. അതായത് ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായാൽ ഉടനെ തന്നെ ഏതെങ്കിലും ചാനലിന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്നത് പോലെയാണ്, സമാനാണ് അന്നത്തെ കവിത. അന്നത്തെ കവിത എന്നുള്ളത് അവരുടെ ആശയവിനിമയത്തിന്റെ ഏറ്റവും 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 ശക്തമായിട്ടൊരു മീഡിയ ആയിരുന്ന അക്കാലഘട്ടത്തിലുള്ള കവിത. അദ്ദേഹത്തിന്റെ ആ വേദന അദ്ദേഹത്തിന്റെ പേനകൾ ഒപ്പിയെടുത്ത് അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു കവിത അദ്ദേഹം രചിച്ച് മക്കയിൽ ആളുകളെല്ലാം, അതായത് കഅബാലയത്തിന് സമീപം ആളുകളെല്ലാം തിങ്ങി നിറഞ്ഞ ആ സന്ദർഭത്തിൽ വൈകുന്നേര സമയം അദ്ദേഹം ആ കഅബക്ക് സമീപമുള്ള ജബൽ ഖുബൈസ്, ആ ഒരു മലമുകളിൽ കയറി നിന്ന് അദ്ദേഹം ആ കവിത ഉറക്കെ അങ്ങോട്ട് വായിച്ചു. അദ്ദേഹം വായിച്ചു ഉടനെ തന്നെ ആ കവിത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആ കവിത ഉടനെ തന്നെ അത് വൈറലായി. അത്രയേറെ പവർഫുൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ രചന, അദ്ദേഹത്തിന്റെ വരികൾ. അപ്പൊ ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരാള് നല്ലൊരു മെസ്സേജ് നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടാല് അത് നമ്മൾ ഷെയർ ചെയ്ത് അത് വൈറലാകുന്നത് പോലെ ഉടനെ തന്നെ ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ആ കവിതാ ശകലങ്ങൾ അത് ചർച്ചാ വിഷയമായി. അദ്ദേഹത്തിന്റെ ആ കവിത ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറയിൽ ഉദ്ധരിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം എഴുതിയത് യാ ആല ഫിഹിർ ലി മദ്ലൂമിൻ ബിദാഅതുഹു ബിബത്നി മക്കതന ഇദ്ദാരി വന്നഫർ. അദ്ദേഹം പറയാണ്, അതായത് ഫിഹിറിന്റെ മക്കളെ, യാ ആല ഫിഹിറിന്റെ മക്കളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന ഖുറൈശികളാണ്. ഖുറൈശികളും ഫിഹിറും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ഓർക്കുന്നില്ല. 4-ാമത്തെ ഭാഗത്ത് ഖുറൈശികളുടെ അൻസാബ് പറഞ്ഞ സന്ദർഭത്തിൽ നമ്മൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഖുറൈശികളുടെ പിതാവായിട്ട് കടന്നു വരുന്ന ആ വ്യക്തിയാണ് ഫിഹിർ. അദ്ദേഹം അതേ പേര് യാ ആല ഫിഹിർ, ഫിഹിറിന്റെ മക്കൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്റെ കച്ചവട വസ്തുക്കൾ മുഴുവൻ, എന്റെ വ്യാപാര വസ്തുക്കൾ ബിലാഅതുഹു, എന്റെ വ്യാപാര വസ്തുക്കൾ മുഴുവൻ മക്കയുടെ വയറ്റിൽ വെച്ച് ബി ബത്തുനി മക്ക, അതായത് മക്കയുടെ മധ്യത്തിൽ വെച്ചതെല്ലാം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. നാ ഇദ്ദാരി വന്നഫർ, അതായത് എന്റെ നാടോ എന്റെ വീടോ ഒന്നും ഇവിടെ ഇല്ല, എന്നെ സഹായിക്കാൻ ഒരാളില്ല, എന്റെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നെല്ലാം ഞാൻ അകലെയായിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ എന്റെ എല്ലാം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ സഹായിക്കാൻ ഒരാളില്ല, ഞാൻ മദ്ലൂമാണ്. അദ്ദേഹം പറയാൻ എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, വമുഹ്രിമിൻ അശ്അസിൻ ലം യഖ്ലി ഉംറതഹു യാ ലിർരിജാലി ബൈനൽ ഹിജ്രി വൽ ഹജ്ർ. അദ്ദേഹം പറയാണ്, അതായത് ഞാൻ ഇഹ്റാമിലായിരിക്കെ എന്റെ ഉംറ പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഹജറിനും ഹിജ്റിനും ഇടയിൽ വെച്ച് എന്നോട് ഇത് അവർ ചെയ്തു. ഹജർ എന്ന് വെച്ചാൽ ഹജറുൽ അസ്വദ്, ഹിജ്ർ എന്ന് വെച്ചാൽ ഹിജ്ർ ഇസ്മായിൽ. നമുക്കറിയാം കഅബാലയത്തിന് സമീപത്തുള്ള ആ അർദ്ധവൃത്താകൃതിയിലുള്ള മതില്, അതിനിടയിൽ വെച്ച് എന്നോട് ഇത് അവർ ചെയ്തിരിക്കുന്നു. അദ്ദേഹം അതായത് ഒരല്പം വികാരം ചാലിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഹറാമ ലിമൻ മാതത് കറാമത്തുഹു വലൽ ഹറാമ ലി സൗബിൽ ഫാജിരി വൽ ഉദ്ർ. അദ്ദേഹം പറയണം, അതായത് പവിത്രമായിട്ടുള്ള ഈ ഭവനത്തിന്റെ സംരക്ഷണം എന്നുള്ളത് നിങ്ങളെപ്പോലെയുള്ള ഫാജിറുകൾക്ക് ചേർന്ന പണിയല്ല, അത് നിങ്ങളെപ്പോലെയുള്ള വഞ്ചകർക്ക് ചേർന്ന പണിയല്ല, നിങ്ങൾ അതിന് യോഗ്യരല്ല. കാരണം ഇവിടെ വരുന്ന ഉംറക്കും ഹജ്ജിനെല്ലാം വരുന്ന ആളുകളുടെ സമ്പത്ത് അന്യായമായിട്ട് നിങ്ങൾ കൊള്ളയടിക്കാൻ, നിങ്ങൾ കസ്റ്റോഡിയൻ ഓഫ് ഹോളി മോസ്ക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അന്യായമായിട്ട് ആളുകളെ വധിക്കുന്നു, അന്യായമായിട്ട് ആളുകളുടെ സമ്പത്ത് നിങ്ങൾ കൊയ്യാണ്, നിങ്ങൾ അതിന് ക്വാളിഫൈഡ് അല്ല ഖുറൈശികളെ എന്നാണ് അദ്ദേഹം കവിതയിൽ കുറിച്ചത്. അതിശക്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വരികൾ. അദ്ദേഹം ആ കവിത ആലപിച്ച സന്ദർഭത്തിൽ അത് ഖുറൈശികൾക്ക് അങ്ങേയറ്റം ഏറ്റവും വലിയൊരു ക്ഷതാണത്. കാരണം ഖുറൈശികൾ പേര് കേട്ട ആളുകൾ, ആദരിക്കപ്പെടുന്ന കഅബയുടെ സംരക്ഷകരായിട്ടുള്ള ആളുകളാണ്. അവർക്കെതിരാണ് അദ്ദേഹം ഈ കവിത കുറിച്ചത്. ഈ കവിത അവിടെ വൈറലായി. ഞാൻ പറഞ്ഞു, ആ കവിത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായിരുന്ന സുബൈർ ഇബ്ൻ അബ്ദുൽ മുത്തലിബിന്റെ ചെവിയിലെത്തുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം കാര്യം അന്വേഷിച്ചു. ആളുകൾക്കിടയിൽ ഈ ഒരു വാർത്ത വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഉടനെ തന്നെ അയാൾ വിളിച്ചു, അതായത് ആ സുബൈദെ യമനി ആ കച്ചവടക്കാരനെ വിളിച്ചിട്ട് അദ്ദേഹം കാര്യം ചോദിച്ചു. അദ്ദേഹം ഉണ്ടായ കാര്യമെല്ലാം പറഞ്ഞു. കേട്ട സന്ദർഭത്തിൽ സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല, ഇത് വലിയ അക്രമമാണ്, അനീതിയാണ് ചെയ്തത്, ഒരിക്കലും അനുവദിക്കാൻ പാടില്ല, ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തേ തീരുമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്. അക്കാലഘട്ടത്ത് പേരുകേട്ട ഖുറൈശി പ്രമാണികാർ മുഴുവൻ
വിളിച്ചുകൊണ്ട് അദ്ദേഹം അബ്ദുല്ലാഹിബിന് ജുദ്ആൻ അദ്ദേഹത്തെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അദ്ദേഹം ഖുറൈശി ജാഹിലിയ കാലഘട്ടത്തിലുള്ള വലിയ ഖുറൈശി പ്രമാണിയാണ്. അദ്ദേഹം ഖുറൈശികളിൽപ്പെട്ട ബനൂ തൈം ഗോത്രക്കാരനാണ്. ബനൂ തൈം എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ബന്ധുവാണ് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ. ആ അബ്ദുല്ലാഹിബ്നു ജുദ്ആന്റെ വീട്ടിൽ ഉടനെ തന്നെ ഒരു അടിയന്തര മീറ്റിംഗ് അദ്ദേഹം ഖുറൈശികളെ വിളിച്ചു ചേർക്കുകയാണ്. അപ്പൊ തലമുതിർന്ന എല്ലാ ഖുറൈശി പ്രമാണിമാരും ആ മീറ്റിംഗിൽ പങ്കെടുത്തു. അതിനോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, യുവാവായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ചിന്തിക്കുക നിങ്ങൾ. ആ സന്ദർഭത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാധാന്യം ആ സമൂഹത്തിലുള്ള ആളുകൾ അവർ മനസ്സിലാക്കിയിരുന്നു. അതായത് തങ്ങളുടെ വരാനിരിക്കുന്ന ഭാവി നേതാവാണ് ആ പ്രവാചകന്റെ ആ കാലിബർ. ആ സന്ദർഭത്തിൽ തന്നെ ആ സമൂഹത്തിലുള്ള ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അത്ര ചെറിയ പ്രായത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പ്രധാനപ്പെട്ട മീറ്റിംഗിന് അവർ വിളിക്കാനുള്ള കാരണം. അതായത് ആ യുവാവിൽ വരാനിരിക്കുന്ന ഒരു വലിയ ഭാവി അവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ കൂടിയാലോചിച്ച് അവിടെ ഒരു മീറ്റിംഗ് ചേർന്നു. ആ മീറ്റിംഗിൽ അവർ കൂടിയാലോചനയുടെ ഫലമായിട്ട് അവർ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തു. എന്താണ് തീരുമാനം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ തീരുമാനം എന്താന്ന് വെച്ചാൽ, അക്രമിയായിട്ടുള്ള ആ വ്യക്തിയുടെ പക്ഷത്തായിരിക്കും നമ്മൾ നിൽക്കുക. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അക്രമം ചെയ്തത് ആരായാലും, അദ്ദേഹം എത്ര വലിയ പ്രമാണിയാണെങ്കിലും ഈ മുഖം നോക്കാതെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കും. അതാണ് അവര് ആ മീറ്റിംഗിൽ എടുത്ത തീരുമാനം. സുബ്ഹാനല്ലാഹ്. അതാര് ചെയ്താലും അവന്റെ ഗോത്രോ കുടുംബോ ഒന്നും നോക്കാതെ എത്ര വലിയ ഗോത്രക്കാരനായാലും അതൊരിക്കലും ഇനി ഇത് അനുവദിച്ചുകൂടാ. മക്കയിൽ വെച്ച് ഇതേ രൂപത്തിലുള്ള ഒരു പ്രവൃത്തി അനുവദിച്ചുകൂടാന്ന് അവര് തീരുമാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി മേലിൽ ഭാവിയിൽ ഒരാളും ഇതേ രൂപത്തിലുള്ള ഒരു അനുഭവം ഒരാൾക്കും അവിടെ വന്നുകൂടാന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ എല്ലാ ആളുകളും, അതായത് അവിടെ മീറ്റിംഗിൽ കൂടിയ സർവ്വ ആളുകളും ഒരുപോലെ ആ തീരുമാനത്തെ അംഗീകരിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക, ജാഹിലിയ കാലത്താണ് ഈ രൂപത്തിലൊരു തീരുമാനം എടുക്കുന്നത്. ആ ജാഹിലിയ കാലഘട്ടത്ത് അവർക്കുണ്ടായിരുന്ന ആ ഒരു അതേ രൂപത്തിലുള്ള ഒരു ചിന്താഗതി ഇന്ന് പല ആളുകൾക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊതിച്ചു പോവാൻ. അങ്ങനെ ശേഷം നേരത്തെ ആ തീരുമാനം എടുത്തതിന് ശേഷം നേരെ ആസിബിന് വായിലിന്റെ വീട്ടിലേക്ക് പോയി. ആസിബിന് വായിലാണ് ചതിച്ച വ്യക്തി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തോട് ആ യമനിയിൽ നിന്നും വാങ്ങിയ മുതല് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ദേഷ്യപ്പെട്ടു. പക്ഷേ ഒന്നടങ്കം ഖുറൈശി പ്രമാണിമാര് മുഴുവൻ ഒരേ രൂപത്തിൽ നിർബന്ധിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ഗതിയില്ലാതെ അദ്ദേഹം അന്യായമായിട്ടെടുത്ത സമ്പത്ത് മുഴുവൻ ആ സുബൈദ്, ആ യമനി വ്യക്തിക്ക് അദ്ദേഹം തിരിച്ചു നൽകുകയാണ്. അതിനുശേഷം ഖുറൈശികൾ അവർ കഅബാലയത്തിനടുത്തേക്ക് പോയിട്ട് അവർ ആ മീറ്റിംഗിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അവർ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യാൻ പോവാണ്. അക്കാലഘട്ടം പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പൊ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന ആളുകളെല്ലാം ആ മീറ്റിംഗിന്റെ തീരുമാനങ്ങളെല്ലാം എഴുതി അതിനുശേഷം ഓരോ ആളുകളും അതിൽ സൈൻ ചെയ്യും. അക്കാലഘട്ടത്ത് അത് പേപ്പറില്ല, ഫയലില്ല, അതേ രൂപത്തിൽ സൈൻ ചെയ്യാനൊന്നും അവർക്കറിയില്ല. അവർ നിരക്ഷരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ ഒരു സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ അവർ കഅബാലയത്തിന്റെ അടുത്ത് പോയിട്ട് അവർ പരസ്യമായിട്ട് അത് അനൗൺസ് ചെയ്യും. അതിനുശേഷം ഇന്ന് നമ്മൾ സൈൻ ചെയ്യുന്നതിന് തത്തുല്യമായിട്ട് അക്കാലഘട്ടത്ത് അവര് സുഗന്ധമുള്ള ഒരു പാത്രം കൊണ്ടുവരും, അത്തറുള്ള ഒരു പാത്രം കൊണ്ടുവന്ന് ആ അത്തറുള്ള പാത്രത്തിലേക്ക് അവർ കൈമുക്കും. അതിനുശേഷം ആ മുക്കിയ കൈ കഅബയുടെ ഒരു പ്രത്യേക ഭാഗത്ത് ഉരസും. ഓരോ ആളുകളും ഒരേ സ്ഥാനത്ത് ആ കൈ ഉരസും. അതായിരുന്നു നമ്മൾ സൈൻ ചെയ്യുന്നതിന് പകരമായിട്ട് അവരക്കാലഘട്ടത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. അപ്പൊ സുഗന്ധം കയ്യിലെടുത്ത് അതൊരു പ്രത്യേക ഭാഗത്ത് തേച്ചുകൊണ്ട് അവരെടുത്ത കരാർ. അതുകൊണ്ടാണ് ആ കരാറിന് ഹെൽഫൽ മുത്തയ്യിബീൻ എന്ന് പേര് വരാനുള്ള കാരണം. അതാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. ഹെൽഫ് എന്ന് വെച്ചാൽ ഉടമ്പടി, അഗ്രിമെന്റ്, കരാറ്. അതേപോലെ തന്നെ മുത്തയ്യിബീൻ, ത്വീബ് എന്ന് വെച്ചാൽ ഭാഷയിൽ പെർഫ്യൂം എന്നാണ് അർത്ഥം. അപ്പൊ പെർഫ്യൂമിൽ അവർ കൈമുക്കി പ്രത്യേക സ്ഥാനത്ത് അവർ തേച്ചുകൊണ്ട് എടുത്ത ഉടമ്പടി. അതുകൊണ്ടാണ് അതിന്റെ ഒരു പേര് ആ രൂപത്തിൽ വരാനുള്ള കാരണം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ ഒരു ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഹെൽഫുൽ ഫുദൂൽ എന്നാണ്. ഹെൽഫുൽ ഫുദൂൽ എന്നതിന് പേര് വരാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഫുദൂൽ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അതായത് നമ്മൾ ഹാദാ അമ്രും ഫുദൂലി എന്നൊക്കെയല്ല ഭാഷയിൽ പറയാറുള്ളത്, നമ്മളായിട്ട് ബന്ധപ്പെടാത്തതായിട്ടൊരു കാര്യം. അതായത് നമ്മൾ തലയിടേണ്ട ഒരു കാര്യമില്ലാത്തൊരു വിഷയമാണ് ഫുദൂലി. ഇപ്പൊ നമ്മൾ നൺ ഓഫ് യുവർ ബിസിനസ് എന്നെല്ലാം പറയുന്ന ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഫുദൂലി. ഇപ്പൊ ഫുദൂലിൽ കലാം എന്ന് ഭാഷയിൽ പറയാറുണ്ട്. ആവശ്യമില്ലാത്ത സംസാരം. ഒരാൾ അനാവശ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഫുദൂലി കലാമാണ്. ആ പേര് വരാനുള്ള കാരണം ഇപ്പൊ ഖുറൈശികൾ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോത്രത്തിൽപ്പെട്ട ഒരു പ്രമാണിക്കെതിരെ ആരുമല്ലാത്ത ഊരും പേരും അറിയാത്ത പുറത്തുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി, അതായത് ആ വിഷയത്തിൽ അവർക്ക് തലയിടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത്രയും കാലം
അത്തരം വിഷയങ്ങളെല്ലാം അവർക്ക് ഫുളൂലിൻ മിനൽ അംർ, അതെല്ലാം അവർ തലയിടാത്ത വിഷയമായിരുന്നു. ആ തലയിടാത്ത വിഷയത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ മുതൽ അവർ തലയിടാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആ ഒരു പേര് ഹെൽഫുൽ ഫുളൂൽ എന്ന് ആ ഒരു കരാറിന് പേര് വരാനുള്ള കാരണം. അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാര് ആ കരാർ എഴുതാനിരുന്ന സന്ദർഭത്തിൽ അതിൽ ഖുറൈശികളിൽപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികൾ, ഫضൽ എന്ന പേരിലുള്ള ചില വ്യക്തികൾ ഉണ്ടായിരുന്നു, 3 ഫضലുകൾ, അതിന്റെ ജംആയിട്ട് ഫുളൂൽ, അതേ രൂപത്തിലും സൂചിപ്പിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അതാണ് ഹെൽഫുൽ ഫുളൂൽ. ആ കരാറ് അത് എത്ര മനോഹരമാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് അക്കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ എല്ലാം വംശീയത, അതായത് കുടുംബവും ഗോത്രവും നോക്കിയിട്ടാണ് നീതിയും ന്യായവും എല്ലാം അക്കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിരുന്നത്. അപ്പൊ ആ വംശീയ ഗോത്ര ചിന്താഗതികൾക്ക് തികച്ചും എതിരായിട്ടുള്ള രൂപത്തിൽ, അതിന്റെ കടക്ക് കത്തിവെക്കുന്ന രൂപത്തിലുള്ള ഒരു അഗ്രിമെന്റ് ആണ് അവരെ എഴുതിയത്. സുബ്ഹാനല്ലാഹ്. അതായത് അവരുടെ ചിന്തയിൽ വലിയൊരു വിപ്ലവമാണ് അവിടെ സംഭവിക്കുന്നത്. അതും സംഭവിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് തൊട്ട് മുമ്പാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറായിട്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻകാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മക്ക കാലഘട്ടം കഴിഞ്ഞ് മദീന കാലഘട്ടത്തിന്റെ അവസാനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ആ മീറ്റിംഗിനെ അനുസ്മരിച്ചുകൊണ്ട് തന്റെ അനുചരന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ചില സംഭാഷണങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയാണ്, ലഖദ് ശഹിദ്തു ഫീ ദാരി അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ ഹിൽഫൻ. അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ വീട്ടിൽ ഞാൻ എന്റെ യുവകാലഘട്ടത്തെ ഒരു ഹെൽഫ്, ഒരു കരാറിന് വേണ്ടി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ അതിന് സാക്ഷിയായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ ഉഹിബ്ബു അന്നലിയ ബിഹി ഹംറുൻ നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംറുൻ നഅം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതായത് ഞാൻ ആ പങ്കെടുത്ത ആ ഒരു കരാറ് അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ്, അത് ചുമന്ന ഒട്ടകങ്ങളെക്കാൾ ഞാൻ അതിനെ വിലമതിക്കുന്നു, ചുമന്ന ഒട്ടകങ്ങളെക്കാൾ ഞാൻ അതിനെ വിലമതിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയാൻ, ഇപ്പൊ ചുമന്ന ഒട്ടകം എന്ന് വെച്ചാൽ ഇന്നത്തെ ഭാഷയിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാർ, ഒരു ഫെറാറി അല്ലെങ്കിൽ ഒരു ബെൻസ് കാർ, അതിനേക്കാളെല്ലാം ഞാൻ അതിനെ വിലമതിക്കുന്നുണ്ട് എന്നുള്ള അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ അഭിമാനം കൊള്ളുകയാണ്. ഇപ്പൊ ജാഹിലിയ കാലഘട്ടത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുത്തത്. പക്ഷേ ശ്രദ്ധേയമായിട്ടുള്ള ഭാഗം, ഹദീസിന്റെ അവസാന ഭാഗം, നിരവധി പാഠങ്ങൾ നൽകുന്ന ഹദീസിന്റെ അവസാന ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലൗ അദ്ആ ബിഹി ഫിൽ ഇസ്ലാം ലഅജബ്തുഹു. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന് ശേഷവും അത്തരം ഒരു കരാറിന് അവരെന്നെ ക്ഷണിച്ചാൽ ലഅജബ്തു, ഞാൻ അതിന് മറുപടി നൽകും, അതിന് സന്തോഷത്തോടു കൂടെ ആ ക്ഷണം സ്വീകരിക്കും എന്നുള്ള. ഞാൻ ഇസ്ലാമിന് വന്നതിന് ശേഷവും ഇതേ രൂപത്തിൽ ഇസ്ലാം സ്വീകരിക്കാത്ത അവര് അതേ രൂപത്തിലൊരു കരാർ എഴുതാൻ വേണ്ടി എന്നെ മീറ്റിംഗിന് ക്ഷണിച്ചാൽ സന്തോഷത്തോടുകൂടെ ഇന്നും ഞാൻ അത് സ്വീകരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് ഹദീസിൽ പറയുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആ കരാറിന്റെ സ്പിരിറ്റ് എന്നുള്ളത് നീതിയും ന്യായവുമാണ്. സമൂഹത്തിൽ നീതിയും ന്യായവും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരാ അഗ്രിമെന്റ് നടപ്പിലാക്കിയത്. അതിന്റെ സ്പിരിറ്റ് അതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം, ഇസ്ലാം അതിന് നൽകിയ പ്രാധാന്യം നമുക്ക് പറയേണ്ടതില്ല. കാരണം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഭംഗി എന്നുള്ളത് വംശീയക്കെതിരെ അല്ലെങ്കിൽ അന്യായത്തിനെതിരെ, സമൂഹത്തിലുള്ള അന്യായത്തിനെതിരെ മുഖം നോക്കാതെ സംസാരിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ വത്തിയതിനു ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അതിന് സന്തോഷത്തോടുകൂടെ ഇന്ന് അവർ ക്ഷണിച്ചാലും ഞാൻ ആ കരാറിന് വേണ്ടി അവരോട് കൂടെ ഇരിക്കുന്നുള്ള. സൂറത്തുൽ മാഇദയുടെ 8-ാമത്തെ വചനം സാന്ദർഭികമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതും അതേ രൂപത്തിലാണ്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് വേണ്ടി നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവരാവുക. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു ജനതയോടുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജനതയുടെ ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള അമർഷം, അവരോട് അനീതി ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ കാരണമായി തീർത്ത്. ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നീതി കാണിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനം അതിമനോഹരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും രൂപത്തിലെ അനീതി നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സുബ്ഹാനല്ലാഹ്. അതൊരു വാണിംഗ് പോലെയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം സൂക്ഷ്മമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതായത് സൂക്ഷ്മ തലത്തിൽ പോലും അനീതി നിങ്ങളുടെ കയ്യിൽ നിന്നും വരരുത്, എല്ലാം സൂക്ഷ്മമായിട്ട് ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത്. അത്രയേറെ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ ആ വിഷയത്തിന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പിൻകാലഘട്ടത്തിൽ പോലും അത്രയേറെ അഭിമാനത്തോടുകൂടെ ആ കാലഘട്ടത്തിൽ പങ്കെടുത്ത കരാറിനെ അനുസ്മരിക്കാനുള്ള കാരണം. ഇന്ന് അവർ വിളിച്ചാലും ഞാൻ പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ അതായത് വിളിക്കുന്നത് ആരാകട്ടെ, അത് അമുസ്ലിം ആകട്ടെ, ഖുറൈശി ആകട്ടെ, ആരാകട്ടെ, പക്ഷേ
ആ കരാർ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം സമൂഹത്തിൽ നീതിയും ന്യായവും അതേപോലെ തന്നെ നന്മയും സമൂഹത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ആരെന്നെ വിളിച്ചാലും ഞാൻ അതിന് മുമ്പിലുണ്ടാകും എന്നുള്ള സുബ്ഹാനല്ലാഹ്, ശ്രദ്ധേയമായിട്ടുള്ള വാക്കുകൾ. ഈ ഒരു കരാർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അത് നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ അത് ആര് ചെയ്യുന്നുവെന്ന് നമ്മൾ നോക്കേണ്ടതില്ല, മറിച്ച് ലക്ഷ്യം നന്മയാണെങ്കിൽ, സമൂഹത്തിൽ നീതി സ്ഥാപിക്കലാണ് ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ അനീതി നേരിടുന്ന ആളുകൾക്കെതിരെ ശബ്ദിക്കുന്ന ആ സന്ദർഭത്തിലെല്ലാം വിശ്വാസികൾ മുന്നിൽ വേണമെന്നുള്ളതാണ്. അത് ആര് ചെയ്താലും, അത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ചെയ്താലും അതിനോട് നിങ്ങൾ സജീവമായിട്ട് സഹകരിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ ആരംഭത്തിലെ 2-ാമത്തെ വചനത്തിൽ വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ പുണ്യത്തിലും ധർമ്മനിഷ്ഠയുടെ കാര്യത്തിലും നിങ്ങൾ അന്യോന്യം സഹകരിക്കുക. അന്യോന്യം, അതായത് അവിടെ നിങ്ങൾ മതോ ജാതിയോ ഒന്നും നോക്കാതെ നന്മയും നീതിയുമാണ് സമൂഹത്തിൽ, അതിനുവേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സഹകരിക്കുക. അതേ സന്ദർഭത്തിൽ സമൂഹത്തിൽ പാപത്തിലും അതിക്രമത്തിലൊന്നും വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, അതിൽ നിങ്ങൾ സഹകരിക്കാതിരിക്കുക എന്നുള്ള. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ മുശ്രിക്കുകളുമായിട്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ അവരുമായിട്ട് സമൂഹത്തിലുള്ള നീതിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹകരിച്ചുകൊണ്ട് മാതൃകയാവുകയാണ്. സഹകരിച്ചുകൊണ്ട് മാതൃകയായി അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് ശേഷം അത് അഭിമാനത്തോടുകൂടെ സ്മരിക്കുകയും ചെയ്യാൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നമുക്ക് നൽകുന്ന മാതൃക. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് മുസ്ലിങ്ങൾ പോലും പരസ്പരം സഹകരിക്കാനുള്ള ഒരു മനസ്സില്ല എന്നുള്ള. അപ്പൊ എന്റെ സംഘടന, ഏതെങ്കിലും ഒരാൾ നന്മയുടെ കാര്യത്തിലെല്ലാം എന്റെ സംഘടന അല്ലെങ്കിൽ എന്റെ ആ ഒരു വൃത്തത്തിനകത്ത് വരുന്ന ആളുകൾ ചെയ്യുന്ന നന്മ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കൂ. മറ്റുള്ള പുറത്തുള്ള ആര് എത്ര വലിയ നന്മ ചെയ്താലും അത് എന്റെ വൃത്തത്തിനകത്തില്ല എന്നുള്ള കാരണത്താൽ ആ നന്മ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു നല്ലൊരു സന്ദേശം, നല്ലൊരു മെസ്സേജ് ലഭിച്ചാൽ ആദ്യം നമ്മൾ നോക്കുക, നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ്, അതായത് ആര് ചെയ്യുന്നു എന്നല്ല നോക്കേണ്ടത്, എന്ത് ചെയ്യുന്നു എന്നാണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ്, എന്ത് ചെയ്താലും ആര് ചെയ്യുന്നു എന്നാണ് ആദ്യം നോക്കുക. ആ ചെയ്യുന്ന ആള് എന്റെ ആശയക്കാരൻ അല്ലെങ്കിൽ എന്റെ ആളാണെങ്കിൽ മാത്രം ആ നന്മ അംഗീകരിക്കുക, അതല്ലെങ്കിൽ മറ്റുള്ള നന്മകൾ കാണാൻ കഴിയാത്തൊരവസ്ഥ. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തിരിച്ചാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് പോലും നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കുക. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉടമ്പടിയിൽ പങ്കെടുക്കുക വഴി പ്രവാചകൻ മാതൃകയാവുകയാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് വെച്ചാൽ, അപ്പൊ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള സമൂഹത്തിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഇതേ രൂപത്തിൽ സഹകരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകൾ അവർ ദീന് പറയുന്ന സന്ദർഭത്തിൽ അതിന്റെ ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്ന സന്ദർഭത്തിൽ അത് കേവലം ഗ്രന്ഥങ്ങളിലും പള്ളിയിലും നമസ്കാരത്തിലും കർമ്മങ്ങളിലും മാത്രം, അല്ലെങ്കിൽ കർമ്മങ്ങളുടെ മാത്രം അതിൽ ഒതുങ്ങുന്ന രൂപത്തിലാണ് നമ്മൾ മതത്തെ വീക്ഷിക്കാറുള്ളത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്ന മറ്റൊരു ചിത്രമാണ്, മറ്റൊരു ഡയമെൻഷനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. വിശ്വാസികൾ എന്നുള്ളത് ആ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായിരിക്കും. ആ സമൂഹത്തിലെ നീതികൾക്കെതിരെ അനീതികൾക്കെതിരെ എല്ലാം സംസാരിക്കുന്നവരായിട്ട് വിശ്വാസികൾ മുന്നിലുണ്ടാകും എന്നുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ആ കരാറിൽ പങ്കെടുക്കുക വഴി പ്രവാചകൻ അതിൽ മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികൾ, അതായത് ജനങ്ങൾക്കിടയിൽ ജനങ്ങളോട് ഇടപഴകി ജീവിക്കുന്ന വിശ്വാസികളാണ് ജനങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുന്നവനേക്കാൾ ഉത്തമം. മറ്റൊരു ഹദീസ്, സ്വഹിയായിട്ടുള്ള ഹദീസിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചിന്തിച്ചു നോക്കുക, പ്രവാചകന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ നുബുവത്തിന് മുമ്പേ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. ആ സമൂഹത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമായിട്ട് ആ സമൂഹത്തിന് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ അത് ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ, ആ യുവപ്രായത്തിൽ തന്നെ അവർക്കിടയിൽ പ്രധാനപ്പെട്ട മീറ്റിംഗിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിളിക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ 40 വയസ്സിന് ശേഷം ആ ഒരു സന്ദേശവുമായിട്ട് അവർക്കിടയിലേക്ക് വന്ന സന്ദർഭത്തിൽ അവരാരും ഇതാണ് ഒരു പുതിയ ആൾ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു, ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ സമൂഹത്തിന് ആവശ്യമുള്ള സന്ദർഭത്തിലൊന്നും നിന്നെ ഒരാളും കണ്ടിട്ടില്ലല്ലോ, ഇപ്പോൾ എന്താണ് ഒരു പുതിയ സന്ദേശമായിട്ട് ഒരു പുതിയ ആൾ വന്ന്, അതേ രൂപത്തിൽ ഒരാളും ആ സമൂഹത്തിൽ പറഞ്ഞതായിട്ട് കാണാൻ സാധ്യമല്ല. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് ആ രൂപത്തിൽ പറയാൻ കഴിയാത്ത അത്ര വിധം ആ സമൂഹത്തിന്റെ സജീവ ഘടകമായിട്ട്, അഭിവാജ്യ ഘടകമായിട്ട് അവരോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതാണ് ഹിൽഫുൽ ഫുളൂൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫിജാർ യുദ്ധം, ഹർബുൽ ഫിജാറെല്ലാം, അതിലെല്ലാം അവരുടെ പക്ഷത്ത്, ആ സമൂഹത്തിന്റെ പക്ഷത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ അങ്ങനെ ആദ്യത്തെ 40 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ വലിയൊരു ക്രെഡിബിലിറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്ഥാപിച്ചെടുക്കാൻ,
ആദ്യത്തെ 40 വർഷം, യഥാർത്ഥത്തിൽ ആദ്യത്തെ 40 വർഷം നുബുവത്തിന് മുമ്പുള്ള ആ 40 വർഷം പ്രധാനപ്പെട്ട അടുത്ത 23 വർഷത്തേക്കുള്ള ഫൗണ്ടേഷൻ, ആ സമൂഹത്തിൽ, ആ സൊസൈറ്റിയിൽ ആ ഫൗണ്ടേഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്ക്. അതായത് പിന്നീടുള്ള 23 വർഷത്തേക്കുള്ള ഫൗണ്ടേഷനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആദ്യത്തെ 40 വർഷം കൊണ്ട് സ്ഥാപിച്ചത്. അപ്പൊ റസൂലാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ സ്വാദിഖായിരുന്നു. അതേപോലെ തന്നെ റസൂലാകുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ അൽ അമീൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ റസൂലാകുന്നതിന് മുമ്പ് തന്നെ ആ സമൂഹത്തിലുള്ള പാവങ്ങളുടെ പ്രയാസം, പട്ടിണി തുടച്ചു നീക്കാനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് നുബുവത്തിന് ശേഷം ആ സന്ദേശങ്ങളുമായിട്ട് ആ സമൂഹത്തിൽ ഇറങ്ങിയ സന്ദർഭത്തിൽ അവരാരും റസൂലുള്ളാഹിനെ അക്കാര്യം പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് വഹീന്റെ ആരംഭത്തിലെല്ലാം ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയും, ഖദീജ റളിയല്ലാഹു അൻഹ നൽകുന്ന ആ സംഭാഷണം, വല്ലാഹി ലാ യുഹ്ജികല്ലാഹു അബദ, അതേ രൂപത്തിലുള്ള ആ സംഭാഷണം എല്ലാം അതിലേക്ക് തെളിവ് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ സമൂഹത്തിൽ ആ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രതിസന്ധികൾ അകറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നുബുവത്തിന് മുമ്പേ അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള കൽപ്പനകൾ, ആ സമൂഹത്തിന്റെ ഭാഗമാകുന്ന രൂപത്തിലുള്ള കൽപ്പനകളാണ് ആദ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതും. ചിന്തിച്ചു നോക്കുക. അതായത് ഇപ്പൊ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്ന് പറയുന്ന സന്ദർഭത്തിൽ കേവലം ചില കർമ്മങ്ങളാണ്. സക്കാത്ത്, നോമ്പ്, നമസ്കാരം, ഹജ്ജ്, അതേ രൂപത്തിലുള്ള ചില കർമ്മങ്ങളാണ്. തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്, യാതൊരു സംശയവുമില്ല. അത് നിർവഹിക്കാത്ത ആളുകൾക്ക് ദീനിലുള്ള സ്ഥാനം, ഞാൻ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചില കർമ്മങ്ങൾ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരാൾ നമസ്കരിക്കുന്നത്, ഞാൻ നമസ്കരിച്ചാലില്ലെങ്കിലും അത് മറ്റൊരാളെ ബാധിക്കുന്ന വിഷയമല്ല. സമൂഹത്തിൽ മറ്റൊരാള് ഞാൻ നമസ്കാരം ഉപേക്ഷിച്ചാലും നിർവഹിച്ചാലൊന്നും എന്റെ അമുസ്ലിം സുഹൃത്തിനെ അല്ലെങ്കിൽ എന്റെ അയൽവാസി അത് ബാധിക്കുന്ന വിഷയമല്ല. അതെന്റെ വ്യക്തിപരമായിട്ട് മാത്രം ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം നുബുവത്തിന് ശേഷം 10 വർഷത്തിന് ശേഷം, അതായത് ഹിജ്റക്ക് 2 വർഷം മുമ്പാണ് നമസ്കാരം നിർബന്ധാക്കുന്നത്. അതേപോലെ തന്നെ നോമ്പ്, സക്കാത്തെല്ലാം ഹിജ്റക്ക് 2 വർഷത്തിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധാക്കിയത്. അതേപോലെ തന്നെ ഹജ്ജ് ഹിജ്റയ്ക്ക് ശേഷം 9 വർഷത്തിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നൽകുന്നത്. അതിനെല്ലാം മുമ്പ് മക്ക കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ചില കൽപ്പനകൾ, വയത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതേപോലെ തന്നെ സൂറത്തുൽ മാഊനിൽ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനാഥകളുടെ കാര്യം, അതേപോലെ തന്നെ സമൂഹത്തിൽ വിശപ്പനുഭവിക്കുന്ന ആളുകളുടെ കാര്യം, അതെല്ലാം തുടച്ചു നീക്കാൻ വേണ്ടി, അവരുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ശക്തമായിട്ട് താക്കീതുകളാണ് തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതാണ് ആദ്യം നൽകിയ കൽപ്പന. സമൂഹത്തിൽ എല്ലാ ആളുകളെയും ബാധിക്കുന്ന അത്തരം കാര്യങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, മക്കയിലുള്ളത് മുസ്ലിങ്ങളായിട്ടുള്ള അനാഥകൾ മാത്രമല്ല, മുസ്ലിം യത്തീങ്ങൾ മാത്രമല്ല അവിടെയുള്ളത്. അനാഥത്വം എന്നുള്ളത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായിരുന്നില്ല. അതേപോലെ തന്നെ വിശപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ വിശപ്പ് എന്നുള്ളത് മുസ്ലിങ്ങൾ മാത്രമല്ല അവിടെ അനുഭവിച്ചത്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിലുള്ള സർവ്വ ആളുകളുടെയും പ്രശ്നമാണ് അനാഥത്വവും വിശപ്പെല്ലാം. അതിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സന്ദർഭത്തിൽ ജാതിയോ മതമോ ഒന്നും, അതായത് യത്തീമുകളായിട്ട്, മുസ്ലിങ്ങളായിട്ടുള്ള യത്തീമുകൾ, മുസ്ലിമുകളായിട്ടുള്ള ആളുകളുടെ വിശപ്പ്, അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. മറിച്ച് സമൂഹത്തിൽ അത് മനുഷ്യരുടെ പ്രശ്നമാണ്. സമൂഹത്തിൽ അത് ഒന്നടങ്കം സമൂഹത്തിൽ ജാതി മത ഭേദമന്യേ ആ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധ ക്ഷണിച്ചു. അതിനുശേഷമാണ് കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അപ്പൊ ആ സമൂഹത്തിന്റെ ഭാഗമായിട്ട്, ആ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായിട്ടുള്ള സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അതോടൊപ്പം നൽകി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിരുന്നു ആ ഇൽഫുൽ ഫുദൂലെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുക്കുക വഴി ആ സമൂഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു ഭാഗമാണെന്ന് അവർ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിക്ക് നൽകുന്ന സാക്ഷിയായിരുന്നു. ആ കരാറിലൂടെ നമ്മൾ അതിൽ നൽകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് തന്നെ പിൻകാലഘട്ടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന്റെ നന്മക്ക്, ആത്യന്തിക നന്മയിലേക്ക് അവരെ ക്ഷണിച്ച സന്ദർഭത്തിലും അത് അവർക്ക് തള്ളിക്കളയാൻ സാധിച്ചില്ല. അവര് മറ്റുള്ള നിരവധി ആരോപണങ്ങൾ പറഞ്ഞ് റസൂലുള്ളാഹിനെ കളിയാക്കുക മാത്രമാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും ഇതാണ് റസൂലുള്ളാഹിന്റെ ആ യുവത്വ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം, ആ ഹിൽഫുൽ ഫുദൂലും അതേപോലെ തന്നെ ഹർബുൽ ഫിജാറും. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്
വളരെ പ്രധാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യത്തെ വിവാഹം ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം, മനോഹരമായിട്ടുള്ള അതിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും ആ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവിതം അനുസരിച്ച് ജീവിക്കാനും നാളെ മരണാനന്തര ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാനുള്ള സൗഭാഗ്യം, ആ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.